ഓം ശാന്തി. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? താങ്ക് യു. എല്ലാവർക്കും ശുഭസായാഹ്നം നേരുന്നു. ധന്യാസിന്റെ മോളുണ്ട് അല്ലേ ഇന്നും? മോളു വെൽക്കം. അമ്മയുടെ കൂടെ ഇരിക്കൂ ക്ലാസ്സിന്. ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറയണം. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ വളരെ സ്പെഷ്യൽ ആണ്. ബിക്കോസ് നമ്മൾ വെച്ചിരിക്കുന്ന 5 ഡേയ്സിലെ ദിശ ഫോർ യൂത്ത് പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോ ആക്ച്വലി ഇതിനെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ലാസ്റ്റ് ഡേ അല്ല. നമ്മുടെ ഏതൊരു യൂത്ത് പ്രോഗ്രാമിന്റെയും ലാസ്റ്റ് ഡേ ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. ബിക്കോസ് അതാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ദിവസം ഇന്നാണ്. ഇന്നത്തെ നമ്മളുടെ ഇൻട്രൊഡക്ടറി സെഷൻസ് അവസാനിക്കുന്നതോടെ ഫ്രം ടുമാറോ ഓൺവേർഡ്സ് നിങ്ങൾക്ക് രാജയോഗ, മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള പ്രാക്ടീസും പ്രോഗ്രാംസ് എല്ലാം നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സീറ്റിൽ അലേർട്ട് ആയിട്ടിരിക്കുക, കാം ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഓം ശാന്തി. തന്റെ സ്ഥാനങ്ങളിൽ നിവർന്ന് അലേർട്ടായിരിക്കും. തനിക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊള്ളൂ. മനുഷ്യരുടെ ശബ്ദമോ, TV, കമ്പ്യൂട്ടർ, ആരുടെയെങ്കിലും മൊബൈൽ, അതിലൂടെ ഏതെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളോ, വാഹനങ്ങളുടെ ശബ്ദമോ, തനിക്ക് ചുറ്റും ഏത് ശബ്ദങ്ങളുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കും. റൂമിൽ ഫാന് കറങ്ങുന്നുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കും. ആ ശബ്ദം എനിക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദങ്ങൾ ഇതെല്ലാം നടക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ ശ്രദ്ധ, ഏകാഗ്രത എനിക്ക് ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്നും ഞാൻ മാറ്റുകയാണ്. ഏത് ശബ്ദങ്ങൾ കേട്ടാലും അതിനെ അംഗീകരിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. കാരണം ആ ശബ്ദങ്ങളൊന്നും എൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. എനിക്ക് നിയന്ത്രിക്കാനാകുന്നത് എൻ്റെ സങ്കല്പങ്ങളെ മാത്രമാണ്. പരിതസ്ഥിതികളെ
വ്യക്തികളെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ ഞാൻ സ്വയത്തിൽ അധികാരിയാണ്. ഞാൻ എൻ്റെ മനസ്സിന്റെ അധികാരിയാണ്, ബുദ്ധിയുടെ അധികാരിയാണ്, സംസ്കാരങ്ങളുടെ അധികാരിയാണ്. I am the ruler. ഞാൻ എൻ്റെ ശ്രദ്ധയെ മനസ്സിലേക്ക്, സങ്കല്പങ്ങളിലേക്ക് ഏകാഗ്രമാക്കി നോക്കുകയാണ്. ഒരു സെക്കൻഡ് ശ്രദ്ധ സമ്പൂർണമായും സ്വയത്തിലേക്ക് ഏകാഗ്രമാക്കൂ. എൻ്റെ മനസ്സ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റു സങ്കല്പങ്ങളിലൂടെ മനസ്സ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിന് സ്നേഹത്തോടെ ആജ്ഞ കൊടുക്കൂ. ഞാൻ എവിടെയാണോ ഇരിക്കുന്നത്, എന്തിനാണോ ഇരിക്കുന്നത്, ആ സമ്പൂർണ്ണ ലക്ഷ്യത്തോടെ ഓരോ നിമിഷവും വർത്തമാനകാലത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും. I am living in the present moment. വർത്തമാന കാലത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാലു ദിവസങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായ വിഷയങ്ങളെ കുറിച്ച്, സ്പിരിച്വൽ നോളേജിന്റെ ഓരോ സീക്രട്ടുകളെ കുറിച്ചും ചിന്തിക്കുകയാണ്. ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ യാത്ര എൻ്റെ തന്നെ ഇന്നർ വേൾഡിലേക്കാണ്. പുതിയൊരു അനുഭൂതിയിലേക്ക് ഞാൻ എൻ്റെ മനോബുദ്ധിയെ യാത്ര ചെയ്യിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന പോസിറ്റീവായ സങ്കല്പങ്ങൾ എൻ്റെ ശരീരം മുതൽ അന്തരീക്ഷത്തെ സകാരാത്മക ഊർജം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. I am a positive soul. സകാരാത്മക ഊർജം നിറഞ്ഞ ശക്തിയാണ്. ഓം ശാന്തി. ഓം ശാന്തി.
ഓം ശാന്തി. എന്തു തോന്നുന്നു കഴിഞ്ഞ 4 ദിവസത്തെ സെഷൻസിലൂടെ? എനിത്തിങ് ന്യൂ? പുതിയ ഫീലിംഗ് ഉണ്ടോ? അനഘ സിസ്റ്റർ വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഹൗ യു ഫീൽ? കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ധന്യ സിസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ധന്യ ബെൻ? ഇല്ല, സൈലൻസ് ആണ് ഇഷ്ടം. കിരൺ ഭായ്? ഹലോ, എന്ത് ഫീൽ ചെയ്യുന്നു 4 days ആയിട്ട്? അല്ല, ഞാൻ ഇതിപ്പോ കുറച്ച് എന്തോ ഒരു ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ 1 വർഷത്തോളം ഞാനിപ്പം ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല, വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം ഈ പീസ് ഓഫ് മൈൻഡ് ആ ചാനലിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശിവജ്യോതി മീഡിയം മലയാളം, അത് രണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രഹ്മകുമാരസിന്റെ ചാനലുണ്ടായിരുന്നു, അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു വ്യത്യാസമായിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഞാൻ എന്നാലും ചെറിയ എന്തോ ഒരു മാറ്റം വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാറ്റം എന്നുള്ളതല്ല, ഒരു എന്താ പറയാ, ഒരു ന്യൂ ബിഗിനിങ്. യൂത്തിന്റെ ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ ആ ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ നമുക്ക്. അതുണ്ടായിട്ടുണ്ട്. പക്ഷെ അതാണ് പറഞ്ഞത് മാഡം, ഞാൻ ഇപ്പൊ ഒരു വർഷം കൊണ്ട് ഈ ചാനൽ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. എന്തോ ഇനിയും ഇനിയും എന്തോ അറിയാൻ ഉള്ളത് പോലെ ഉള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോ ആക്ച്വലി ഇതിലുള്ള പാർട്ടിസിപ്പൻസ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ 4 days ആയിട്ട് നമ്മള് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യണ ടോപ്പിക്സ്: സെൽഫ് മാനേജ്മെന്റ്, അതുപോലെ സംതിങ് അബൌട്ട് മൈൻഡ്, പിന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് മെഡിറ്റേഷൻ ആസ് മെഡിസിൻ, പിന്നെ ഇന്നലെ നമ്മൾ കേട്ടത് ഹാർമണി ഇൻ റിലേഷൻഷിപ്പ്. അപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് എല്ലാം, ഇത്രയും ദിവസം നമ്മൾ ഷെയർ ചെയ്ത എല്ലാ ടോപ്പിക്സും ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ മൈൻഡ്. നമ്മുടെ ഇന്നർ വേൾഡുമായിട്ട് കണക്റ്റഡ് ആയ ടോപ്പിക്സിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഇന്ന് 2 സെഷൻസിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നതും സംതിങ് അബൌട്ട് യുവർ ഇമോഷൻസ്. മനുഷ്യനായാൽ വികാരങ്ങൾ ഉണ്ടാവില്ലേ പറയില്ലേ, അപ്പൊ സംതിങ് അബൌട്ട് ഇമോഷൻസ്. മറ്റൊന്ന് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ 2 വിഷയങ്ങളാണ്. അപ്പൊ ആക്ച്വലി നമ്മള് COVID-19 കൊറോണ വന്നൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും കൂടുതലും ഇന്ന് ഫോക്കസ് ആയിരിക്കുന്ന ഒരു സംഭവം ഫിസിക്കലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നമ്മൾ ഓടാറില്ലേ, ചൂടുവെള്ളേ കുടിക്കാൻ പാടുള്ളൂ, ഇനി പല സാധനങ്ങൾ ഇട്ടിട്ടുള്ള കഷായം കുടിക്കണം, അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ വാക്സിൻ എടുക്കണം. അപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പുറത്തു പോകുന്ന സമയത്തും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാസ്കിന്റെ ഉപയോഗം, അതേപോലെ എപ്പോഴും നമ്മുടെ സാനിറ്റൈസറിന്റെ ഉപയോഗം, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്താലും എന്താണ് സേഫ് ആയിരിക്കുക ചോദിച്ചാൽ, അവർ ബോഡി വിൽ ബി സേഫ്. ബോഡി വിൽ ബി സേഫ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ലോക്ക്ഡൗൺ ആയ സമയത്ത് മെജോറിറ്റി ആൾക്കാരും വീട്ടിൽ സേഫ് ആയിരുന്നു, പേടിച്ചിട്ട് വാട്ട് വിൽ ഹാപ്പൻ, എനിക്ക് പിടിക്കൂ, ഇനിയിപ്പോ എന്തെങ്കിലും ആവൂ, ഇനി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫർദർ വല്ലതും വരൂ, ഈ ഭയം കൊണ്ട് മാക്സിമം വീട്ടിന്റെ ഉള്ളില് എന്താ പറയാ ലോക്കാക്കി ഇരിക്കാനും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കായിരുന്നു ലോക്ക്ഡൌണില്.
പക്ഷെ ആ ലോക്ക്ഡൌണിൽ ഇരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ, ഹ്യൂമൻ ലൈഫിൽ നമുക്കുണ്ടായ വലിയൊരു പ്രശ്നം, പണ്ട് നമ്മൾ പഠിക്കാൻ പോവായിരുന്നു അല്ലെങ്കിൽ വർക്കിന് പോവായിരുന്നു, ഇതിനൊക്കെ പോകുമ്പോൾ വി ആർ സോഷ്യൽ ബീയിങ്സ് അല്ലെ. സമൂഹ ജീവി പറയുമ്പോൾ നമ്മൾ പലരുമായിട്ടും കണക്റ്റഡ് ആയ ലൈഫായിരുന്നു അല്ലെ. വി വെയർ കണക്റ്റഡ് വിത്ത് മെനി പീപ്പിൾ, പലരുമായിട്ടും കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ആ കണക്ഷനിൽ കുറേയൊക്കെ എന്താ നമ്മുടെ തോട്ട്സും ഐഡിയാസും ഈ കാര്യങ്ങളെ ഫീലിങ്സ് ഇതിനെയൊക്കെ ഷെയർ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പൊ കുട്ടികൾ പറയില്ലേ, സ്കൂളിൽ പോയിട്ട് ടീച്ചറിന്റെ അടുത്തിരുന്ന് പഠിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. ഇപ്പോ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീനിലൂടെ പഠിക്കുമ്പോൾ സുഖമില്ല. അപ്പൊ നോക്കൂ, കുട്ടികൾക്ക് ആ ഒരു ഫിസിക്കലായിട്ട് അവിടെ പോയി പഠിക്കുന്ന സമയത്ത് കിട്ടിയിരുന്ന ഒരു സുഖം, ആ സുഖം ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് എഫക്ട് ചെയ്യുന്ന സ്ഥലം എവിടെ അറിയോ? എവിടെ എഫക്ട് ചെയ്യുക? നമ്മൾ പറയില്ലേ, മനുഷ്യ ജീവിതത്തിൽ സുഖം, ദുഃഖം, അതുപോലെ അതിശയം, പല പല ഇമോഷൻസ്, ഫീലിങ്സിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോവാറുണ്ട് ലൈഫിൽ. അപ്പൊ ശരിക്കും നോക്കിയാൽ ഇന്ന് എല്ലാവരുടെ ലൈഫിലും നമ്മൾ ഇമോജീസ് കണ്ടിട്ടില്ലേ? മനുഷ്യന്റെ പല പല ഇമോഷൻസ്, ചിത്രങ്ങൾ, ചെറിയ ചെറിയ യെല്ലോ കളറിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യാറുള്ള ഇമോജീസ് ഇല്ലേ? അത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇന്ന് മെജോറിറ്റി മെസ്സേജുകൾ അയക്കുമ്പോഴും അതിൽ വരുന്നത് ദുഃഖിച്ചിട്ടും കരഞ്ഞോണ്ടും വിഷമത്തിലുള്ള ഇമോജീസ് ആണ് കൂടുതലും ഷെയർ ചെയ്യുക. ആണോ അല്ലേ? ഹൗ ആർ യു? ലോക്ക്ഡൌണിൽ എന്താ ഫീലിംഗ്, എങ്ങനെ ഇരിക്കുന്നു ലൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോഴും കൂടുതൽ ഷെയറിങ് ഏത് ഇമോജീസാ? അവര് പറയില്ലേ, ജസ്റ്റ് ചിരിക്കുന്ന ആ സംഭവം ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? എന്നാലും നിങ്ങളെയൊക്കെ കണ്ടിട്ട് കുറെ ആയില്ലേ പറയില്ലേ? പൂജാബെൻ ബോംബെയിൽ നിന്ന് ഓടി വന്നിട്ട് പോയി തിരിച്ച് കൊറോണയുടെ ഇടയില്. അപ്പോ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് കൊറോണ വന്ന സമയത്ത് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഇമോഷണൽ ഇൻസെക്യൂരിറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീൻസ് ശരീരത്തെക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന പലരിൽ നിന്നും നമുക്ക് ദൂരെ ഇരിക്കേണ്ടി വന്നു. പണ്ടാണെങ്കിൽ മീറ്റിംഗ്സും ഫങ്ഷൻസും അല്ലെങ്കിൽ പ്രോഗ്രാംസും ജോലി ചെയ്യുന്ന സ്ഥലവും ഈ സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ, എങ്കിൽ അതൊരു സുഖമായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ ഹാങ് ആയിരിക്കാതെ കുറച്ചു നേരം ഒരു റിലാക്സ് ആയിരുന്നു നമുക്ക് പുറത്തു പോകുന്ന സമയത്ത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഇത്രയും മാസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂട്ടിലിട്ട പക്ഷിയെ പോലെ, ഇപ്പൊ ഓഫീസിൽ പോയാലും കൂട്ടിലിട്ട അവസ്ഥയാണ്, വീട്ടിലിരുന്നാലും കൂട്ടിൽപ്പെട്ട ഒരു അവസ്ഥ. ആണോ അല്ലേ? ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സൂം പ്ലാറ്റ്ഫോമില് ബ്രഹ്മകുമാരീസ് ഓർഗനൈസ് ചെയ്യുന്ന ഈ ഓരോ പ്രോഗ്രാംസിന്റെയും പിന്നിലുള്ള സീക്രട്ട് മീൻസ് സ്പിരിച്വാലിറ്റി ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. ഈ ഒരു ടോപ്പിക് എല്ലാവരുടെ ജീവിതത്തിലും നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ടൈം ഇതാണ്. നമ്മള് ജീവിതത്തിൽ ആത്മീയ ജ്ഞാനത്തെ ഒന്ന് പകർത്തു, പ്രാക്ടിക്കലാക്കി നോക്കൂ എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. എനിക്കിപ്പോ ടൈം ഉണ്ട്, ഐ ആം ഫ്രീ, ഐ ക്യാൻ ട്രൈ ഇറ്റ് എന്നെങ്കിലും പറയാനുള്ള ഒരു ചാൻസ് കൊറോണ നമുക്ക് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ആദ്യം നന്ദി ആർക്ക് പറയണം? ലോകം മുഴുവൻ കൊറോണ പറഞ്ഞ നെറ്റ് ഇങ്ങനെ ചുളിക്കുക ചെയ്യുക. നമ്മൾ പറയാറുള്ളത് അതിലുണ്ടായ നഷ്ടങ്ങളും കോട്ടങ്ങളൊന്നും ഓർമ്മിക്കാതെ അതിന്നുണ്ടായ ലാഭം എല്ലാത്തിന്റെ കോയിന്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞത് പോലെ കൊറോണ നമുക്ക് തന്ന വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ അറിയോ? മീ ടൈം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും നല്ലൊരു സംഭവമാണ് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ പറ്റണം. വേണ്ടേ? ഇന്ന് നോക്കൂ, IT ഫീൽഡോ എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ ആരുടെ ജീവിതം നോക്കിയാലും ഡോക്ടേഴ്സ് ആണോ രാവിലെ മുതൽ രാത്രി വരെ രോഗികൾ തന്നെ. കുറെ സമയം ഹോസ്പിറ്റൽ, കുറെ സമയം ക്ലിനിക്, ഇതിൽ തന്നെ ബിസി. വീട്ടമ്മമാരാണെങ്കിൽ എന്താ, രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെന്താ പണിത്തിരക്ക്. കുട്ടികളാണെങ്കിലോ സ്കൂളിൽ പോയ, ഈവൻ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും അവിടെയും ഫുൾ ഡേ എന്താണ്, എവിടെ പോയാലും ഒരു ലോക്ക് ലൈഫാണ്.
അപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് വന്നത് കൊണ്ടാണോ ഇപ്പൊ മനുഷ്യ ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും വന്നത് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കൊറോണ വന്നതിന് മുമ്പുള്ള ചിത്രവും നമ്മൾ എടുത്തു നോക്കുക. കോവിഡ് വരുന്നതിന് മുമ്പ് ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? അന്ന് ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു, ഇപ്പൊ അത് 7 മണിക്കായി. അങ്ങനത്തെ ഡിഫറൻസ് അല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡിഫറൻസ് അല്ല. ഏത് ഡിഫറൻസാ? ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊറോണയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ നല്ലതായിരിക്കും ചിലപ്പോ ഇപ്പോഴുള്ള കാഴ്ചപ്പാട്. ഇപ്പോഴുള്ള കാഴ്ചപ്പാട് എന്താ? ധനം പണം പറഞ്ഞിട്ടുള്ള അത്യാഗ്രഹമൊന്നും ഇല്ല. അതൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ? എന്ത് ചെയ്യുമ്പോഴും ഉള്ളില് നല്ല ബോധമുണ്ട്. മീൻസ് കുറെ പേരുടെ മരണ വാർത്തയൊക്കെ കേട്ട സമയത്ത് നാച്ചുറലി മനുഷ്യന്റെ ഉള്ളില് ഡീപ്പായിട്ടുണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ബോഡി. നമ്മുടെ കൺസെപ്റ്റില് ആ ദേഹത്തിൽ അടിയുറച്ചിരുന്ന വിശ്വാസത്തെ കുറെയൊക്കെ കൊറോണ പിഴുതെടുത്തു. കുറെ പേരുടെ ജീവിതം, എത്രയോ നമ്മൾ സ്നേഹിച്ചിരുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകളും എത്രയോ വലിയ ധനവാന്മാരും അവരുടെ എല്ലാം ശരീരം ഉപേക്ഷിക്കുന്ന ന്യൂസും കാഴ്ചകളും ഇത് കേട്ട് വന്നപ്പോ ദേഹത്തോടുണ്ടായിരുന്ന അറ്റാച്ച്മെന്റിന്റെ റേഞ്ച് ഒക്കെ കുറച്ച് കുറഞ്ഞില്ലേ? ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പണ്ട് ഷോപ്പിംഗ് തിരക്ക് തന്നെയാണ് ഷോപ്പിംഗ്. ഇപ്പോഴോ മാളുണ്ട്, കടകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത്യാഗ്രഹം കുറഞ്ഞു. ബിക്കോസ് ജീവനോടുള്ള ഭയം കൊണ്ട്, ആശ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആശകളെ, ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു നമ്മൾ. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് പഠിച്ചു നമ്മള്. പഠിച്ചില്ലേ? അപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ടൈമും ഈ ടൈമും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എനി ഡിഫറൻസ്? അന്നത്തെ ജീവിതത്തിലായിരുന്നു ഞാൻ കൂടുതൽ ഹാപ്പി. ഇന്നത്തെ ജീവിതത്തിലാണ് ഇപ്പൊ എനിക്ക് ദുഃഖം വന്നത്. അങ്ങനെ ഡിഫറൻസ് പറയാൻ പറ്റും? ഡിഫറൻസ് ഉണ്ടോ? അന്ന് സന്തോഷം കൂടുതലും ഇന്ന് സന്തോഷം കുറവും പറയാൻ പറ്റൂലേ? എന്താ ആരും റിയാക്ട് ചെയ്യാത്തെ? പോസിറ്റീവ് റിയാക്ഷൻ തരും. അന്നത്തെക്കാളും പ്രശ്നമാണ് ഇപ്പൊ ജീവിതം എന്നാണോ? അതോ ഈ സമയത്തെക്കാളും ഞാൻ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്തിരുന്നു കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറയാൻ പറ്റുമോ? നമ്മള് മെന്റലി ചെക്ക് ചെയ്യാനാ പറയുന്നത്. മനസ്സിന്റെ തലത്തിൽ പരിശോധിച്ച് നോക്കണം. അന്നത്തെ ഹാപ്പിനെസ് ഇൻഡെക്സും ഇന്നത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എന്താ ഇപ്പൊ ഡിഫറൻസ് വന്നിരിക്കുന്നത്? അന്നത്തെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന സമാധാനം, അന്ന് എക്സ്പീരിയൻസ് ചെയ്തതും ഇന്നത്തെ ലൈഫും തമ്മിൽ ഇപ്പോ എന്താ അന്തരം? ഇന്നത്തെക്കാളും സമാധാനം ഞാൻ അനുഭവിച്ചു പറയാൻ പറ്റും? നമ്മൾ പറയില്ലേ, അന്നും ഇന്നും ജീവിതത്തിൽ ഒരേപോലെ ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണ്. ഒന്ന് ടെൻഷൻ അല്ലേ? അന്നും പറഞ്ഞിട്ടില്ലേ? 1.5 വർഷം മുമ്പും പറഞ്ഞിട്ടില്ലേ? നമ്മള് ഉണ്ടോ ഇല്ലേ? ടെൻഷൻ എന്ന് മാത്രമല്ല പറയാറുള്ളത്. ടെൻഷൻ ഈസ് നോർമൽ. പുതിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. പകർച്ചവ്യാധി പോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എനിക്ക് ടെൻഷൻ വന്നാൽ അത് രോഗമൊന്നുമല്ല, ഇറ്റ് ഇസ് നോർമൽ. ജീവിതത്തിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പറയും സ്ട്രെസ് ഈസ് നോർമൽ. എന്തൊക്കെയുണ്ടോ? ഭയം. നമ്മൾ ചില കാര്യങ്ങളിൽ ഭയക്കുമ്പോ പലരും പറയും ഭയം നല്ലതല്ല, ഇത്രയും ജീവിതത്തിൽ പേടി പാടില്ല. അപ്പോഴും എന്തു പറയും? എനിക്ക് മാത്രമാണോ ഭയം? ഫിയർ ഇസ് നോർമൽ. ആവശ്യമില്ലാതെ കുറേ പ്രതീക്ഷകളെ വെച്ച് ജീവിക്കും. അപ്പോഴും എന്തു പറയും? എനിക്ക് മാത്രമാണോ എക്സ്പെക്ടേഷൻ ഉള്ളത് ലൈഫിൽ? എക്സ്പെക്ടേഷൻ ഇസ് നോർമൽ. ജീവിതത്തിൽ ഒത്തിരി കമ്പയർ ചെയ്യാറുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കൂടെ. അപ്പോഴെന്താ പറയാ? കമ്പാരിസൺ ചെയ്യുന്നത് പുതിയ കാര്യമാണോ? കമ്പാരിസൺ ഇസ് നോർമൽ. വഴക്ക് കൂടുന്നതിന് എന്ത് ചെയ്തു? ഞാൻ മാത്രമാണോ വഴക്ക് കൂടുന്നത്? എൻ്റെ വീട്ടിൽ മാത്രമാണോ വഴക്ക് നടക്കുന്നത്? സോ വഴക്ക് കൂടലും നോർമൽ. അതാണ് കൊറോണ വരുന്നതിന് മുമ്പും
നമ്മുടെ ഡിക്ഷണറിയിൽ കുറേ സംഭവങ്ങൾക്ക് ഈ നോർമൽ എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത്. ഏതിനെ പറയൂ? സ്ട്രെസ്സിനും ടെൻഷനും ഭയത്തിനും നിരാശയ്ക്കും വെറുപ്പിനും ഈ പറയുന്ന സർവ്വ ഇമോഷൻസിനും കൊണ്ടുപോയിട്ട് ഈ കുട്ടികൾ കണ്ടിട്ടില്ലേ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെന്ന് യൂസ് ചെയ്യുന്നത്? ഇതുപോലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലും കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദഹിപ്പിക്കാൻ സാധിക്കാത്ത എല്ലാ ഇമോഷൻസിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചു വെച്ചു. അപ്പൊ നോക്കൂ, കടല് കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടോ കുറച്ച് സമയം കടൽ തീരത്ത് പോയിരുന്നപ്പോ റിലാക്സ്ഡ് ആയി. എവിടെയെങ്കിലും പിക്നിക്കിന് പോയി വിചാരിക്കും, പോയി ആ 2 ദിവസം ഊട്ടിയൊക്കെ പോകുമ്പോ എന്താ പറയാ, അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ പച്ചപ്പും തണുപ്പൊക്കെ കൊണ്ടപ്പോ കുറച്ച് മനസ്സിന്റെ ചൂടൊക്കെ പോയി, റിലാക്സ്ഡ് ആയി. ഓക്കെ, എത്ര ദിവസം റിലാക്സ്ഡ് ആയി? എപ്പോഴും പോയിട്ട് ഊട്ടിയിൽ ഇരിക്കാൻ പറ്റുമോ നമുക്ക്? മഞ്ഞില് പറ്റും? എപ്പോഴും കടൽ തീരത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റും? അതാണ് ഫിസിക്കൽ ഇമ്മ്യൂണിറ്റി നോക്കുന്നത് പോലെ തന്നെ ഒരു ഹ്യൂമൻ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പക്ഷിയുടെ വേറൊരു ചിറക് പോലെ അത്രേ നമ്മുടെ ഇമോഷണൽ ഇമ്മ്യൂണിറ്റി. പക്ഷെ നമ്മൾ ആരും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് മാറാതിരിക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തെ പല സംഭവങ്ങളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുക. ഉണ്ടോ ഇല്ലേ? എങ്ങനെ കെട്ടിയിരിക്കണേ അറിയോ? നമ്മൾ ഇമോഷണലി ഹെൽത്തി ആണോ, സ്റ്റേബിൾ ആണോ, അതോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? വൈകാരിക തലത്തിൽ ഐ എം സോ സ്ട്രോങ്, ഐ എം സോ സ്റ്റേബിൾ, അതെങ്ങനെ പറയാൻ പറ്റും? അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ അടയാളങ്ങൾ എന്താണ്? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഫ്രണ്ട് എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എഴുതി, ഞാൻ തകർന്നു. സ്റ്റേബിൾ ആണോ നമ്മള്? സ്റ്റേബിൾ ആണോ അല്ലേ? മക്കളുണ്ട് വിചാരിക്കും, നിങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച അഭിപ്രായം കുട്ടിയിൽ നിന്ന് കിട്ടിയില്ല, മനസ്സ് വിഷമിച്ചു. ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആണോ? നമ്മളെ വീട്ടില് ഒരു ദിവസം നമ്മൾ ക്ലീനിങ്ങിന് കൂടാറേ ഇല്ല. ഒരു ദിവസം എന്തോ ഒരു കാരണം കൊണ്ട് നല്ല മനസ്സൊക്കെ വന്നിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അവസാനം വന്നിരിക്കുക. അപ്പൊ എവിടെയാണോ നമ്മൾ ചെയ്യാത്തത്, എവിടെയാണോ വിട്ടത്, അതേ സ്ഥലം വീട്ടിലുള്ള ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ വാട്ട് വിൽ ബി അവർ ഇമോഷൻ? എന്താവും? വിൽ ബി ഹാപ്പി. ഇത്രയൊക്കെ ചെയ്തിട്ടും അവര് ഞാൻ ചെയ്ത സ്ഥലം കാണിച്ചു തന്നല്ലോ, അതും കൂടി ശരിയാക്കാനാണല്ലോ എനിക്ക് കാണിച്ചു തന്നത്, അങ്ങനെ എടുക്കൂ? അതോ ദുഃഖം വരും? ഏത് ഇമോഷനാ ക്രിയേറ്റ് ആവുക? അതാണ് നമ്മൾ എപ്പോഴും പറയില്ലേ, നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു എനിക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും, സ്മൂത്ത് വാക്കിംഗ് പ്രതീക്ഷിച്ച് പോയതാ. പോയി നോക്കിയപ്പോ റെയിൽവേ പാളവും കുണ്ടും കുഴിയും പലതും ഉണ്ടായിരുന്നു. യാത്ര സുഖമേ ആയില്ല, എന്റെ വാക്കിംഗ് സുഖമേ ആയില്ല. എന്തുകൊണ്ടാ സുഖാവാതിരുന്നേ? ഞാൻ എക്സ്പെക്ട് ചെയ്തു. എന്താ എക്സ്പെക്ടേഷൻ? ഞാൻ നടക്കാൻ പോകുന്ന വഴി സ്മൂത്ത് റോഡാണ്, സോ ഐ വിൽ ബി എൻജോയിങ് മൈ വാക്ക് എന്നുള്ളത് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ എക്സ്പെക്ടേഷന് ഒത്തു വരാതിരുന്നപ്പോ എന്തായി? ദുഃഖിച്ചു. അതാണ് രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ സ്റ്റേബിൾ ആക്കിയിട്ട് ഇമോഷണൽ ഇമ്മ്യൂണിറ്റിയെ കീപ്പ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം നമ്മൾ പല സംഭവങ്ങളിലും പോയിട്ട് കെട്ടപ്പെട്ടിരിക്കുക മീൻസ് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടിയാലേ എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ടേസ്റ്റിലുള്ള ഭക്ഷണം ദിവസവും കിട്ടിയാലേ ഐ വിൽ ബി ഹാപ്പി. ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം എന്നെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം, അവരെപ്പോഴും എന്നെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴേ എൻ്റെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇങ്ങനെ കുറെ വരച്ചു വെച്ചിട്ടുണ്ട് ലൈഫിൽ. ഇതായാൽ ഇങ്ങനെയാവും, ഇതായാൽ ഇതിങ്ങനെയാവും. നമ്മൾ പറയില്ലേ ലോകം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ വിൽ ബി ഓക്കെ. അങ്ങനെ കിട്ടും ഒരു ലോകം?
നമ്മൾ പറയുന്ന പോലെയൊക്കെയുള്ള സ്വപ്നത്തിൽ കാണുന്ന ഒരു ലോകം ഉണ്ടാക്കി ഐ വിൽ ബി ഓക്കെ, ഐ വിൽ ബി ഫൈൻ പറഞ്ഞാൽ കിട്ടും? നമ്മൾ ഈ ലോകത്തെ കുറിച്ച് എന്തൊക്കെ സ്വപ്നം കണ്ടു? ഇപ്പൊ എന്താ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇമോഷണൽ ഇമ്മ്യൂണിറ്റി എന്താ? ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സിറ്റുവേഷൻസ് വരുന്ന ചെയ്യും. അതിനെ തടയാൻ നമ്മൾ ആരുമല്ല, വരും. പക്ഷെ ആ സിറ്റുവേഷനിൽ ഹൗ ടു റെസ്പോണ്ട് എന്നുള്ള സംഭവം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. നമുക്കതിൽ ഫുൾ അധികാരമുണ്ട്. ഏത് തോട്ട് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യോ ആ തോട്ടിനെ കണക്ട് ചെയ്തിരിക്കൂത്ര നമ്മുടെ ഇമോഷൻസിനനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയർ വരിക. ആ ബിഹേവിയറിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ആക്ഷൻസ്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ ശീലങ്ങൾ. വീണ്ടും നമ്മുടെ ശീലം എന്താണോ അത് ബേസ് ചെയ്തിരിക്കൂത്രേ നമ്മുടെ ചിന്ത. ഇതൊരു സൈക്കിളാണെന്നാ പറയുക. അപ്പൊ ഏത് നെഗറ്റീവായ സിറ്റുവേഷൻ വരുമ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്തിലേക്ക് ട്രാവൽ ചെയ്യണം. ഇമോഷൻ ഡയറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആവില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തോട്ട്സ്. നമ്മൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന തോട്ടിനനുസരിച്ചിരിക്കും അപ്പൊ ക്രിയേറ്റ് ആവുന്ന ഇമോഷൻ. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, ബോഡിക്ക് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് പോലെ വാട്ട് ഈസ് ദ റോൾ ഓഫ് മെഡിറ്റേഷൻ? ധ്യാനം നമ്മളെ എങ്ങനെ സഹായിക്കും എന്ന് ചോദിച്ചാൽ, എങ്ങനെ സഹായിക്കുക? വാക്സിൻ എടുത്തു, 2 പ്രാവശ്യം എടുക്കേണ്ട 2 ഡോസും എടുത്തു, എന്നിട്ടും കൊറോണ വന്നില്ല പറയാൻ പറ്റൂ? ചിലർക്കൊക്കെ വന്നിട്ടില്ലേ? വാക്സിൻ എടുത്തിട്ടും വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ചില ആളുകൾ പറയും, ഓ യു ആർ എ മെഡിറ്റേറ്റർ, സോ യു ആർ സോ പവർഫുൾ. ഇനിയിപ്പൊ നിങ്ങളുടെ അടുത്തേക്കൊന്നും ഒന്നും വരില്ല, എല്ലാത്തിനും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, നിങ്ങളെല്ലാം ഓവർകം ചെയ്തു കഴിഞ്ഞു. ആണോ? മെഡിറ്റേറ്റർ ആയതുകൊണ്ട് ഒരു കൊടുങ്കാറ്റും ദൂരെ പോവില്ല, കൂടുകയുള്ളൂ ചിലപ്പോ. നമ്മളെപ്പോഴും പറയില്ലേ, ആരാണോ പവർഫുൾ ആയിട്ട് മാറുന്നത് അവരുടെ മുന്നിൽ വിഘ്നങ്ങൾ അതിനേക്കാൾ വലിയ രൂപത്തിൽ വരും എന്നാ പറയുക. വലിയ രൂപത്തിൽ വരും. അതുകൊണ്ട് എന്താ പറയാറുള്ളേ? പക്ഷികളിൽ പരുന്തിനെ കണ്ടു പഠിക്കാൻ പറയില്ലേ? പരുന്ത് എന്താ? പരുന്ത് ഒരു സമയം കഴിയുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഇൻസ്പിറേഷണൽ വീഡിയോ. ഒരു സമയം കഴിയുമ്പോൾ അതിന്റെ ചിറകിന് വെയിറ്റ് കൂടും എന്നാ പറയുന്നത്. പറക്കാൻ പറ്റാതെ ആവും ഒരു ഏജില്. അതിന്റെ നഖങ്ങളെല്ലാം വളഞ്ഞു പോവും, അതിനെ ഇരയെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അതിന്റെ കൊക്ക് വളയും, എല്ലാം തകരാറിലാവും. പക്ഷെ ആ സമയത്തും ആ പരുന്തിന്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ. ഏതർ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുക. ഇതേപോലെ പരുന്തിന്റെ മുന്നിലും 2 ഓപ്ഷനാണ്. എന്തൊക്കെയാ ഓപ്ഷൻ? ഒന്ന് റെഡി ടു ഡൈ, മരിക്കാൻ തയ്യാറാവുക. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വേദനാജനകമായ പരിവർത്തനത്തിന് തയ്യാറാവുക. 2 ഓപ്ഷനാണ്. മെജോറിറ്റി പരുന്തുകളും എന്ത് ചെയ്യും? വേദനാജനകമായ മാറ്റം സ്വീകരിക്കുന്ന പറയുന്നത്. ഒത്തിരി സമയം പോയി ആ കൊക്ക് ഫുൾ അതിനെല്ലാം പൊട്ടിച്ച് കല്ലിൽ കൊത്തി അതിനെ കളഞ്ഞ് നഖങ്ങളെല്ലാം മാറ്റി ആ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ആ ചിറകിന്റെ മുഴുവൻ ക്ലീനിങ് ചെയ്ത് ഫുൾ ചെയ്ത് റീബർത്ത്, ഒരു പുനർജന്മം എടുത്ത പക്ഷി വീണ്ടും പറക്കുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ കൊറോണ വന്നേ, എന്റെ ജോലി പോയേ, എനിക്ക് കഷ്ടമായി, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷി ആദ്യം എടുത്ത ഓപ്ഷൻ പോലെയാവും. ഐ ബിക്കേം റെഡി ടു ഡൈ. ആ സിറ്റുവേഷനിൽ എനിക്ക് ജീവനും ഇല്ല, പ്രാണനും ഇല്ല, ശക്തിയില്ല. ഇന്നലെ വിശാന്ത് ഭായി പറഞ്ഞില്ലേ, യൂത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഇൻ കേസ് കടലിൽ പെട്ടാലും നമുക്ക് എത്രത്തോളം നീന്താൻ കഴിയോ അത്രയും നീന്താനുള്ള ശക്തി വേണം. അത്രയും.
ആ നീന്താനുള്ള ക്ഷമതയെ പോലും അടിച്ച് അമർത്താൻ പാടില്ല നമ്മൾ. അതിനെ കൂടി യൂസ് ചെയ്യാത്ത ലെവലിൽ ഇരിക്കരുത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുക, നമ്മൾ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ നോക്കാതിരുന്നാൽ, അർത്ഥം ആൾക്കാരുടെ ട്യൂണിങ്ങിനനുസരിച്ച്, ആൾക്കാരുടെ റിമോട്ട് കളിക്കനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്ന എന്ത് പറ്റും അറിയോ? 3 സംഭവങ്ങളും തകരാറിലാവും നമ്മുടെ ലൈഫിൽ. 3 സംഭവം അർത്ഥം, ഒന്ന് വസ്തുക്കളുടെയും വ്യക്തികളുടെയും കളിക്കനുസരിച്ച് കളിച്ച് ഒന്ന് നമ്മുടെ തോട്ട്സ് അപ്പോഴേക്കും അത്രയും നെഗറ്റീവായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും, അത്രയും വേസ്റ്റ് ആയിട്ട് മാറും. ഒന്ന് തോട്ട് ലെവൽ വീക്ക് ആവാൻ തുടങ്ങും നമ്മളുടെ. കാരണം ജീവിതം മുഴുവൻ ആധാരമായിരിക്കുന്നത് മറ്റുള്ളവരിലാണ്. അവരുടെ ഓരോ വാക്കും അവരുടെ ഓരോ ആക്ഷനും നമ്മളുടെ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ബൂസ്റ്റ് ചെയ്യോ? പ്രതീക്ഷിക്കാത്തത് കിട്ടിക്കൊണ്ടേയിരുന്നാൽ എന്താവും? ഉയരോ താഴോ നമ്മൾ ലൈഫിൽ എന്താവുക? അപ്പോ ഇതിലെന്താ ക്വസ്റ്റ്യൻ അറിയോ? വീട്ടിലുള്ള ആൾക്കാര് 4 പേരുണ്ട്, പക്ഷെ 4 പേരും നിരന്തരം എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ ശരിയാവുക ചോദിക്കും നമ്മള്. 4 ആളും ഏതു നേരവും അത് ചെയ്യേ ഇത് ചെയ്യേ ശരിയാവുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഞാൻ എങ്ങനെയാവും? ഒരു ക്വസ്റ്റ്യൻ വരില്ലേ നമ്മുടെ അടുത്ത്? ആ ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ കണ്ടുപിടിക്കണം, ഈ 4 ആളും പറയുന്നുണ്ട്, ഏതർ സത്യമായിരിക്കാം അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ശരിയാവാൻ വേണ്ടി തന്നെയാണ്. രണ്ടാമത്തേത്, അവർക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് എന്ത് ചിന്തിക്കണം, അവർക്ക് എന്ത് പറയണം, അതിന്റെ ഫുൾ ഫ്രീഡം അവർക്കുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? അവര് പറയുന്ന വാക്ക് കേട്ട് ഫീൽ ചെയ്യുന്നതിനേക്കാളും ഞാൻ എൻ്റെ അവസ്ഥയെ ഓർത്തിട്ട് ഫീൽ ചെയ്യണം. കാരണം അവർക്ക് എന്നെ പ്രതി ഇത് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്പൊ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ അവർക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് ഫീലിംഗ് ആയി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞപ്പോ എനിക്ക് ഫീലിംഗ് ആയി, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഫീലിംഗ് ആയി. നോക്കൂ, മറ്റൊരാള് പറഞ്ഞത് കേട്ടിട്ടോ ചെയ്തത് കേട്ടിട്ടോ ഫീലിംഗിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ അതാ പറയാ, ഫോക്കസ് ഇൻവേർഡ്സ്. അർത്ഥം പുറമേക്ക് നോക്കാൻ പോകണ്ട. അത് നോക്കാൻ പോകുമ്പോ എന്ത് പറ്റും? ഓരോരുത്തരുടെ വാക്കും ഓരോരുത്തരുടെ കർമ്മവും ഇത് മുഴുവൻ കാണുമ്പോഴേക്കും ലൈഫ് ഫുൾ കൺഫ്യൂസ്ഡ് ആവും നമുക്ക്. നമ്മൾ പറയില്ലേ, അച്ഛൻ പറയുന്നത് കേൾക്കണോ, അമ്മ പറയുന്നത് കേൾക്കണോ, ബ്രദർ പറയുന്നത് കേൾക്കണോ, ആര് പറയുന്നത് അപ്പൊ കേൾക്കേണ്ടത്? അതാണ് നമ്മൾ പറയില്ലേ, നമ്മുടെ മനസാക്ഷി, ഉൾവിളി, അവിടെ ഒരു സത്യം വരും, നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റണം. ആ ഇൻട്യൂഷൻ എന്നൊക്കെ പറയില്ലേ ആൾക്കാര്, ആ ശബ്ദം കേട്ട് നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോഴേ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കാൻ പറ്റണം. അതാണ് ഈ വാക്സിനേഷന്റെ സെയിം പ്രോസസ് ആണ് മെഡിറ്റേഷൻ. മറ്റൊന്ന്, നമ്മള് ഹെൽത്ത് ടോണിക്കുകൾ കഴിക്കാറില്ലേ? വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് ഒക്കെ ആൾക്കാർ വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ കലക്കണ പോലെ പല പല ടാബ്ലറ്റ്സും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കുടിക്കുന്ന സംഭവം ഉണ്ട് ഇപ്പൊ, ഹെൽത്ത് ടോണിക്. അതേപോലെ സത്സംഗ് എവ്രി ഡേ, നാളെ മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന രാജയോഗ ധ്യാനത്തിന്റെ കോഴ്സിൽ നമ്മൾ ദിവസവും കേൾക്കാൻ പോകുന്ന ക്ലാസ്, അതെന്തായിട്ട് വർക്ക് ചെയ്യും? ഹെൽത്ത് ടോണിക്. നമ്മൾ എന്തിനാണ് എവ്രി ഡേ നമ്മുടെ റുട്ടീനിൽ മെഡിറ്റേഷൻ പ്ലസ് സ്പിരിച്വൽ നോളേജ്, ഈ 2 സംഭവങ്ങൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, 3 സംഭവങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ. ഒന്ന്, മറ്റ് ഇൻഫ്ലുവൻസുകളിലേക്ക് പോകുമ്പോൾ ആദ്യം എഫക്ട് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. അപ്പൊ ഈ തോട്ട്സിന്റെ പ്യൂരിഫിക്കേഷന് നമ്മളെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ആത്മീയ കാര്യങ്ങൾ കേൾക്കുക, ആത്മീയ ജ്ഞാനം കേൾക്കുക, പുതിയ ഇൻപുട്ട് മനസ്സിന് കൊടുക്കുക. പ്ലസ് മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായ സങ്കല്പങ്ങളെ നമ്മൾ ചവയ്ക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയാണ് ഉള്ളിലേക്ക്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കുക ഉള്ളിലേക്ക്. ആ പ്രോസസ്സിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് ആ തലത്തിനെ, ബേസ് ആയിട്ടുള്ള തലത്തെ ക്ലീൻ ചെയ്തെടുക്കണം എന്നാ പറയുന്നത്. 2ാമത്തെ തലമാണ് ബുദ്ധി.
മറ്റ് ആധാരങ്ങളിലേക്ക് പോകുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കാതെ വരും. പലരും പറയുന്നത് കേട്ട് 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 ബുദ്ധി ഉണ്ടാവും. നമ്മൾ പറയില്ലേ, ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്കാണ്, എന്നെ ഇങ്ങനെ ആക്കിയത് മുഴുവൻ ആരാ? എന്റെ ബുദ്ധി പ്രവർത്തിച്ചില്ല, എന്റെ ബുദ്ധി സ്റ്റക്കായി പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോ ഇനി ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യരുത് ജീവിതത്തിൽ, ആരെയും പോയിട്ട് കുറ്റപ്പെടുത്തരുത്. കാരണം ആരെന്തൊക്കെ കാണിച്ചാലും, ആരെന്തൊക്കെ പറഞ്ഞാലും, ആരെന്തൊക്കെ ചെയ്താലും ആ വാക്കുകളെ പ്രതി, ദൃശ്യങ്ങളെ പ്രതി, സാഹചര്യങ്ങളെ പ്രതി തോട്ട് ക്രിയേറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഐ ആം റെസ്പോൺസിബിൾ. 100% എൻ്റെ ജീവിതം സുഖിയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. പലരും പറഞ്ഞ സാധനങ്ങളെ മുഴുവൻ കൊണ്ടുപോയിട്ട് ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ആ ഫീലിംഗിൽ ഇരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയും 100% കാരണക്കാരൻ ആര് തന്നെയാണ്? ആരാണ്? മറ്റുള്ളവരാണോ? ആണോ? സിമ്പിളായി ചിന്തിച്ചു നോക്കൂ. മറ്റുള്ളവര് കാരണക്കാരാണെങ്കിൽ അവരും ഫീൽ ചെയ്യണ്ടേ? അവർക്ക് ഫീലിംഗ് ഒന്നുമില്ല. ഫീലിംഗ് മുഴുവൻ ആർക്കാ? അവര് പലതും പറഞ്ഞ് ചിരിച്ചിട്ട് പോകുന്നുണ്ടാവും. അവരെ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവര് സുഖമായിട്ട് തമാശയും പറഞ്ഞ് അവിടെ ഇവിടെയും പോയിരിക്കും. നമ്മൾ അപ്പോഴും ആകെ എന്തോ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവിടെ ഇരിക്കും. എന്തുകൊണ്ടാ? നമ്മളെക്കാൾ ഇമോഷണലി ദേ ആർ ഹെൽത്തി. അവർക്ക് പറയാനുള്ള ശക്തിയെങ്കിലും ഉണ്ട്, നമുക്കത് കേൾക്കാനും സ്വീകരിക്കാനുള്ള ശക്തിയില്ല. വി ആർ വീക്ക്. അതാണ് ധ്യാനത്തിൽ നമ്മൾ പറയാറുള്ളത്. ഒന്ന്, ചിന്തകളെ പ്യോർ ആക്കുക, പവർഫുൾ ആക്കുക. രണ്ടാമത്തെ സംഭവം നമ്മുടെ ഡിസിഷൻ പവർ, ബുദ്ധിയെ നമ്മൾ സ്ട്രോങ് ആക്കി മാറ്റുക. മൂന്നാമത്തേത്, ഈ 2 ശക്തികളായിട്ട് കണക്റ്റഡ് ആണ് മൂന്നാമത്തെ ആള്, അതാണ് സംസ്കാരം. നല്ല ശീലങ്ങളെ ലൈഫിൽ യൂസ് ചെയ്യൂ പറയാത്ര സംസ്കാരം. നമ്മൾ നോക്കൂ, ഫസ്റ്റ് ഡേ സെൽഫ് മാനേജ്മെന്റ് ക്ലാസ്സിൽ പവിത്രാസ്റ്റർ കാണിച്ചു തന്നിരുന്നു 7 വാല്യൂസ്. ഓർമ്മ ഉണ്ടോ? 7 ഗുണങ്ങള്. ആ 7 വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ സെൽഫ്, ഞാൻ എന്ന് പറയുന്ന ശക്തിയുടെ ഒറിജിനൽ സംസ്കാരം എന്ന് പറയുന്നത് അത്രേ ഈ 7 ഗുണങ്ങള്. കോർ വാല്യൂസ് ഓഫ് ദി സോൾ എന്നാ പറയുന്നത്. ഈ സംസ്കാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങണം എന്നാ പറയുന്നത്. നമ്മള് ക്രോധിക്കുമ്പോഴൊക്കെ എന്താ പറയാ അറിയോ? എന്താ പറയാ? അത് നേച്ചറായി. എങ്ങനെ നേച്ചറായത്? ക്രോധം എങ്ങനെ നേച്ചറായത്? അനൂപൻ, എങ്ങനെ നേച്ചറായത്? യൂസ്ഡ് ടു. ഉപയോഗിച്ച് ഇപ്പൊ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളായിട്ട് മാറിയിരിക്കുന്നത് ദേഷ്യമാണ് അല്ലെ? ഏത് കാര്യത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ക്രോധം നിരന്തരം നമ്മൾ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും അറിയോ? അറിയാതെ തന്നെ ആ ടൂള് പ്രവർത്തിക്കാൻ തുടങ്ങും. അറിയാതെ. അപ്പോഴാണ് ലൈഫിൽ നമ്മൾ പറയാ, ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയാൻ, പക്ഷെ സ്ലിപ്പായി. എങ്ങനെ സ്ലിപ്പായത്? സത്യമാണ്. കാരണം ആ സെക്കൻഡും നമ്മൾ അവരെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പക്ഷെ ആ വേർഡ് സ്ലിപ്പായി. എന്തുകൊണ്ടാ സ്ലിപ്പായത്? ചില അമ്മമാര് പറയില്ലേ, ചില സാധനങ്ങള് മീൻസ് നമ്മൾ പറയും അത് ഉണ്ടാക്കുമ്പോ നോക്കൂ, അവിടെ നോക്കി ഉണ്ടാക്കൂ പറയുമ്പോൾ അവരെന്ത് പറയും? അതെനിക്ക് പ്രാക്ടീസായി. നോക്കാതിരുന്നാലും നമ്മള് മീൻസ് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾ പോയിട്ട് വളരെ ഉത്സുകമായിട്ട് നോക്കുന്ന പോലെ ചിലപ്പോൾ അവർക്ക് നോക്കേണ്ടി വരില്ല. അവർ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും ആ വിഷയത്തില്. ആവില്ലേ? അപ്പോ ലൈഫില് ക്രോധം തൊട്ടാ ദേഷ്യം വരിക, സെക്കൻഡ് ബൈ സെക്കൻഡ് അഹംഭാവം പുറത്തേക്ക് വരിക, സെക്കൻഡ് ബൈ സെക്കൻഡ് വെറുപ്പ് വരിക, സെക്കൻഡ് ബൈ സെക്കൻഡ് അസൂയ വരിക. എന്തുകൊണ്ട്? സെക്കൻഡിൽ ഇതിനെ എമർജ് ചെയ്യാൻ പറ്റുന്നത്, സെക്കൻഡിൽ പുറത്തേക്ക് ചാടുന്നത്. ഏതാ സെക്കൻഡിൽ പുറത്തേക്ക് ചാടുക? ഏതാണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് പെട്ടെന്ന് വരും പുറത്തേക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മള് പോസിറ്റീവ് വേർഡ്സ് സദാ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നെഗറ്റീവ് സ്ലിപ്പ് ആവില്ല. നിരന്തരം യൂസ് ചെയ്യണ്ട. പക്ഷെ വീട്ടിലും ജോലി സ്ഥലത്തൊക്കെ കുറേ പേരെ വഴക്ക് പറയാനും അതും ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാവും. ഇറ്റ്സ് ഈസി ടു യൂസ്. അതുകൊണ്ടാണ് ഇമോഷണൽ ഇമ്മ്യൂണിറ്റിയിൽ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഇമോഷണൽ ഇമ്മ്യൂണിറ്റിയെ അൺസ്റ്റേബിൾ ആക്കി മാറ്റിയത്
നെഗറ്റീവ് ഇമോഷൻസ് ആണെന്നാ പറയുന്നത്. ഈ ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും ഈ പറയുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, ഇമോഷൻസ് എന്ത് ചെയ്തു? ദുർബലരാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? ഒറിജിനൽ നേച്ചറിലേക്ക് വരണം. ഒറിജിനൽ നേച്ചർ. പഞ്ചസാരയ്ക്ക് ഒരു നേച്ചർ ഉണ്ട്, പ്രകൃതി ഒരു രുചി കൊടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് ഒരു ഒറിജിനൽ നേച്ചർ ഉണ്ട്, കയപ്പയ്ക്ക് ഒരു ഒറിജിനൽ നേച്ചർ. വെള്ളത്തിന് ഒറിജിനൽ നേച്ചർ ഉണ്ട്, കൂൾനെസ്. അഗ്നിക്ക് ഒറിജിനൽ നേച്ചർ ഉണ്ട്. അതേപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഉറപ്പിക്കണം. മനസ്സിന്റെയും ബുദ്ധിയുടെയും ഉള്ളില് എന്താ ഉറപ്പിക്കണ്ടേ? ഐ ആം എ പീസ്ഫുൾ സോൾ. ഐ വിൽ ഹാൻഡിൽ എവറി സിറ്റുവേഷൻ വിത്ത് പീസ്. ഈ സംഭവത്തെ കമന്ററി പോലെ എഫർമേഷൻ പറഞ്ഞ് അങ്ങനെ ഇനി സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ. ക്രോധിയാണ് ചാൻഡ് ചെയ്ത് ആയതാണ്. ഇനി തിരിച്ച് ചാൻഡ് ചെയ്യാൻ തുടങ്ങുക. എന്ത് ചാൻഡ് ചെയ്യണം? എനിക്കിഷ്ടമല്ലാത്തത് ഒരാള് പറഞ്ഞാലും അത് അവരുടെ ഇഷ്ടമാണ്, വാട്ട് ടു ടെൽ. പക്ഷെ ആ സമയത്ത് എന്റെ ഓപ്ഷനാണ് ഐ വിൽ ബി പീസ്ഫുൾ. അവര് എനിക്കിഷ്ടമല്ലാത്തത് മീൻസ് എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് പോലെ എന്നോട് സംസാരിച്ചാലും എന്റെ ചോയ്സ് ആണ്. എന്താ എന്റെ ചോയ്സ്? ധന്യാബേൻ, എന്റെ ചോയ്സ് എന്താ? എപ്പോഴും എനിക്ക് ബോധം വേണം. എന്ത് ബോധം വേണം? വാട്ട് വി ഗീവ് ദാറ്റ് വി ഗെറ്റ്. അത് ഓർമ്മിച്ചിട്ടേ നമ്മുടെ സംസ്കാരം പുറത്തു വരാൻ പാടുള്ളൂ. ആ ആത്മാവ് എന്നോട് ക്രോധിച്ചാലും അനാദരവ് കാണിച്ചാലും എൻ്റെ അടുത്ത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താ ഓപ്ഷൻ? സർവർക്കും സുഖം കൊടുക്കുക. അപ്പോഴേ ലൈഫിൽ എനിക്ക് സുഖിയായിട്ടിരിക്കാൻ പറ്റും. തിരിച്ച് ക്രോധിയായി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ സെയിം റിയാക്ഷൻ. സെയിം ബൂമറാങ് പോലെ ഐ വിൽ ഗെറ്റ് ദ റിയാക്ഷൻ. അതേപോലെ തിരിച്ച് കറങ്ങി വരും. അത് ആരിലൂടെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ഇമോഷൻസ് ആണോ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തിരിച്ചു വരും. ആ വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? ഞാൻ ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് ചെയ്തിട്ടും എനിക്കെന്താ ലൈഫിൽ എപ്പോഴും ദുഃഖം? ഇത്രയൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും എനിക്കെന്താ എപ്പോഴും കഷ്ടം? എനിക്കെന്താ എപ്പോഴും ദുഃഖം? ചോദിക്കില്ലേ? അതാണ് ഒന്ന്, നമ്മളെ പോസിറ്റീവ് ഇമോഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ സ്റ്റേബിൾ ആക്കി മാറ്റണം. പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും വരാൻ പറ്റില്ല. കാലങ്ങളെടുക്കും. പക്ഷെ നമ്മൾ ഈ റൂട്ടിൽ എടുക്കുന്ന ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ദൃഢതയോടുകൂടി ഒരു ചുവട് വയ്ക്കുക. മാറൂ. ഇനിയിപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തത് കൊണ്ട് മാറൂ. സംശയ ബുദ്ധി ഇസ് ഈക്വൽ ടു വിനശന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വിനശന്തി അർത്ഥം? നാശം സംഭവിക്കുന്നല്ല. നമ്മൾ ആ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമുക്ക് ഏത് റിസൾട്ട് ആണോ കിട്ടേണ്ടത് അത് ഫുള്ളായിട്ട് കിട്ടില്ല. അതിന്റെ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവില്ല അതിലൂടെ, സംശയം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വിഷയം. നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് സൗണ്ട് ആയിട്ടിരിക്കണമെങ്കിൽ പോസിറ്റീവായ സംസ്കാരങ്ങളെ, അതായത് ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക എപ്പോഴും, സ്വയത്തോടും സർവരോടും. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താ അറിയോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ സന്തുഷ്ടമാക്കാൻ പല അസത്യങ്ങളും പറയേണ്ടി വരാറുണ്ട്. വരില്ലേ? ചെറുതായിട്ട്. എന്നിട്ട് എന്താ പറയാ? പറഞ്ഞിപ്പോ എന്താ ചെയ്യുക? എനിക്കിപ്പോ സത്യം പറയാൻ പറ്റണ്ടേ അവരോട്? യാഥാർത്ഥ്യം പറഞ്ഞാൽ പിന്നെ ഇനി എന്റെ മുഖം നോക്കില്ല അവര്, ഇനി എന്റെ കൂടെ ജീവിക്കില്ല എന്നൊക്കെ പറയില്ലേ? ട്രൂത്ത് പറയേണ്ടി വരും പലപ്പോഴും. പക്ഷെ നമ്മൾ ഈ സ്പിരിച്വൽ നോളേജ് പഠിച്ചു വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു പവർ എന്താ അറിയോ? വലിയൊരു പവർ എന്താ? ഓരോ വ്യക്തിയുടെയും ഫ്രീഡത്തെ അംഗീകരിക്കാൻ തുടങ്ങും നമ്മൾ. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആക്ടേഴ്സ് ആണ്,
ഓരോരുത്തരും യുണീക്ക് ആണ്, അവരുടെ റോള് ഡിഫറെന്റ് ആണ്, അവര് പറയുന്ന വാക്കും കർമ്മവും എല്ലാ സംഭവങ്ങളും ഡിഫറെന്റ് ആണ്. പക്ഷെ അവരെ 100% ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. മറ്റൊന്ന് അവരുടെ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പില് സത്യസന്ധത പാലിക്കാൻ നമുക്ക് സാധിക്കണം. 100% വിശ്വാസം ആ റിലേഷൻഷിപ്പിൽ വെക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടിൽ ചെറിയ കുട്ടികള്, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ സ്കൂൾ വിട്ട് വന്ന് ഓടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ റോഡ് മുതലേ കഥ പറയാൻ തുടങ്ങും. സ്കൂളിലുണ്ടായത് A to Z കഥ പറയും. പക്ഷെ കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോഴേ അവര് ഹാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അച്ഛനമ്മമാർക്ക് ദഹിക്കാതെ വരില്ലേ? പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവരിൽ നിന്ന് പോകുന്ന റിയാക്ഷൻ കുട്ടിയുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും. എൻ്റെ അമ്മയുടെ റിയാക്ഷൻ ഇനി ശരിയാവില്ല. വീട്ടിൽ അനിയത്തി ഉണ്ട് വിചാരിക്കും, ചെറുതായിരിക്കുമ്പോ നമ്മളുടെ അടുത്ത് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, എല്ലാം വന്ന് ഷെയർ ചെയ്യായിരിക്കും. പക്ഷെ കുറച്ചാവുമ്പോ നമ്മൾ കുറെ റൂൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങും വീട്ടിൽ. ആ റൂൾ ഉണ്ടാക്കി കുട്ടിയാകെ ഭയക്കും. കാരണം ചിലപ്പോ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ പോകുമ്പോൾ കിട്ടുന്ന ചില സ്വഭാവങ്ങളും, അല്ലെങ്കിൽ മീഡിയയിലൂടെ പഠിച്ചെടുക്കുന്ന ചില സ്വഭാവങ്ങളും, ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നവർ ഇങ്ങനെ പല സർക്കിളിൽ പോകുമ്പോൾ ആശയക്കുഴപ്പത്തിലാണ് ആ കുട്ടി. പലതും കളക്ട് ചെയ്ത് ആകെ കൂടി ഒരു അവിയൽ പരുവത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരു സത്യം ഷെയർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? പാമ്പ് കൊത്താൻ പോണ പോലെ അവരെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ, വഴക്ക് പറയാൻ പറ്റുമോ, കരയിപ്പിക്കാൻ പറ്റുമോ, ഫസ്റ്റ് റിയാക്ഷൻ വിൽ ബി നെഗറ്റീവ്. അത് കേൾക്കാൻ പോലും ഇരുന്ന് കൊടുക്കില്ല. കൊടുക്കോ? നമ്മള് ക്ഷമയോടെ ഇരുന്ന് കേൾക്കില്ല. ആ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മളുടെ അടുത്തുനിന്ന് ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ഒക്കെ പോയി കഴിയുമ്പോൾ പതുക്കെ കുട്ടി മനസ്സിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഐ കനോട്ട് ഷെയർ വിത്ത് മൈ മദർ, ഐ കനോട്ട് ഷെയർ വിത്ത് മൈ ബ്രദർ. അത് അവിടെ സെറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? ട്രാക്ക് മാറാൻ തുടങ്ങും. മാറില്ലേ? വീട്ടിലുള്ളവര് പറയുന്ന സത്യത്തെ കേൾക്കുമ്പോൾ അതുപോലെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അവരുടെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് വന്ന ആ റിയാക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ ട്രാക്ക് എന്ത് ചെയ്യും? മനുഷ്യനല്ലേ, എവിടെയെങ്കിലും അൺലോക്ക് ചെയ്യണ്ടേ, നാച്ചുറലി വഴി മാറിപ്പോവാൻ തുടങ്ങും. അതാണ് രാജയോഗത്തിൽ ഇന്നലെ നമ്മൾ കേട്ട ടോപ്പിക്കില്ലേ, ഹാർമണി ഇൻ റിലേഷൻഷിപ്സ്. അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്ലസിലും മൈനസിലും രണ്ടിലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം അവർക്ക് വരണം. രണ്ടിലും. അതെന്തെന്നെ ന്യൂസ് കേട്ടാലും നമ്മുടെ തോട്ട് ലെവൽ മുതൽ പോസിറ്റീവ് എനർജി ആയിരിക്കണം. ഇന്നലെ വിശാന്ത് ഭായി പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മ വരികയാണ്. നമ്മളുടെ വിദ്യാലയത്തിന്റെ മുൻ മുഖ്യ പ്രശാസികയായിരുന്നു ദാദി ജാൻകി ജി. ദാദി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കൂടെ ആരെല്ലാം സേവനം ചെയ്യുന്നുണ്ടോ ആ ഓരോരുത്തരിലും എനിക്ക് 100% വിശ്വാസമുണ്ട്. ദാദി പേരെടുത്ത് പറയായിരുന്നു, ഈ സിസ്റ്ററിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്, ഈ ബ്രദറിൽ 100% വിശ്വാസമുണ്ട്. അപ്പൊ ദാദി പറയുന്നത്, ഞാൻ ഈ ഓരോ ആത്മാവിലും സമർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വിപരീതമായതൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല പറയണത്. അത് എനർജിയുടെ പവറാണ്. ചില കുട്ടികൾ പറയില്ലേ, എന്റെ മനസ്സത് ചെയ്യാൻ പ്രേരിപ്പിച്ചു, ഞാൻ ആ എൻഡ് വരെ എത്തി, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്തുകൊണ്ടാ ചെയ്യാതിരുന്നത്? അച്ഛനും അമ്മയും വീട്ടിലുള്ള ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ശുദ്ധിയും വിശ്വാസവും കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അവശ്യം ആ എനർജി ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ ചെയ്തിട്ടുണ്ടാവില്ല. ആ എനർജിയുടെ കളിയാണ് ലൈഫിൽ. ഈ സംഭവങ്ങൾ മുഴുവനും എഫക്ട് ചെയ്യുന്ന സ്ഥലം എവിടെ അറിയോ? ഈ ഇമോഷണൽ തലം. വൈകാരിക തലം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫില് മോർണിംഗ് ടു നൈറ്റ് വരെ ഇങ്ങനെയുള്ള എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ടോ, ക്രോധിക്കുന്ന സമയത്ത് അത് നമ്മളെ അൺസ്റ്റേബിൾ ആക്കും. ഇതേപോലെ ജീവിതത്തില് ഫാമിലിയിൽ തുറന്നു പറയാൻ പറ്റുന്നില്ല, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല,
ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അതും ഇമോഷണലി നമ്മളെ അൺസ്റ്റേബിൾ ആക്കി മാറ്റും ഒത്തിരി കാര്യങ്ങൾ. അപ്പോ രാജയോഗ മെഡിറ്റേഷൻ പഠിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ട ഒരു തീരുമാനം, എന്താ തീരുമാനം? ലോകത്തിൽ എല്ലാവരും എന്തിനെയാണോ നോർമൽ എന്ന് പറഞ്ഞ് സ്ട്രെസ്സിലും ടെൻഷനിലും വെറീഡായിട്ടും എക്സ്പെക്ടേഷനിലും ഏതൊക്കെ സംഭവങ്ങളിലാണോ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഇമോഷൻസിൽ നിന്നെല്ലാം എനിക്ക് മാറണം. എന്താണോ സെൽഫിന്റെ ഒറിജിനൽ സംസ്കാരം, ഒറിജിനൽ നേച്ചർ എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനും എനിക്കെന്റെ ഇമോഷണൽ ഹെൽത്തിനെ സൂക്ഷിക്കാനും സാധിക്കണം. നാച്ചുറലി ഞാൻ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഇമോഷണൽ ഇമ്മ്യൂണിറ്റി ഓക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന ഓരോരുത്തരുടെ ഇമോഷണൽ ഹെൽത്തിനെയും എനിക്ക് ഓക്കെ ആക്കി എപ്പോഴും വെക്കാൻ പറ്റും. എപ്പോഴും. ബാഗിൽ സാനിറ്റൈസർ ഇല്ലാതെ നമ്മളിപ്പോൾ പുറത്തു പോകാറില്ല. മാസ്കിന്റെ പാക്കറ്റ് ഇല്ലാതെ പുറത്തു പോകില്ല. ഏതെങ്കിലും ഫ്രണ്ട്സ് ഒരു 5 മണിക്കൂർ ഒരേ മാസ്ക് ഇട്ടാൽ നമ്മൾ എന്ത് പറയും? അഴിക്ക് ഞാൻ തരാം മാസ്ക് പറയും. മാസ്ക് കയ്യിലില്ല പറഞ്ഞാലും പറയും. ചിലപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ വേഗം ബാഗിൽ നിന്ന് സാനിറ്റൈസർ എടുത്തെന്ന് പറയും, കൈ കാണിക്ക്. നമ്മൾ കൊടുക്കില്ലേ? അതുകൊണ്ടാണ് മെഡിറ്റേഷനിൽ നമ്മൾ പറയുക, എപ്പോഴും ഓർമ്മ വേണം, എൻ്റെ വീടിന്റെ വിളക്ക് ഞാനാണ്. വീടിന്റെ I am the lamp of my house. I am the lamp of my house. ലാമ്പിന്റെ സ്വഭാവം എന്താ? ദിയ, ദേന. നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഐ നീഡ് എന്നുള്ള സ്വഭാവത്തെ ഇന്നു മുതൽ ബാൻ ചെയ്യുക. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് ഫ്രം എനിവൺ. അത് ക്രോസ് ചെയ്തിടുക. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് ഫ്രം എനിവൺ. നോ പ്രോബ്ലം. ആരും ഒന്നും തന്നിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. ബിക്കോസ് എല്ലാം ആരുടെ അടുത്തുണ്ട്? അമ്മു, എല്ലാം ആരുടെ അടുത്തുണ്ട്? സ്നേഹം ഉണ്ട്. ആരുടെ അടുത്തുണ്ട്? നമ്മുടെ അടുത്തുണ്ട്. ശക്തി ആരുടെ അടുത്തുണ്ട്? നമ്മുടെ അടുത്തുണ്ട്. 7 ഗുണങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? 2-3 ക്ലാസ്സിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്തിരുന്നു. അനഘ സിസ്റ്ററോട് അന്ന് നമ്മൾ റീക്യാപ്പ് ചെയ്യിപ്പിച്ചപ്പോ പറഞ്ഞില്ലേ പാസ്വേഡ്? നോളേജ്, പ്യൂരിറ്റി. ഓർമ്മയുണ്ടോ? നോളേജ്, പ്യൂരിറ്റി, പീസ്, ലവ്, ബ്ലിസ്, പവർ. പിന്നെന്താ ഉള്ളേ? എന്താ വിട്ടെ? ഒരു സംഭവം വിട്ടു. മലയാളത്തിൽ പറയും ജ്ഞാനം, ശുദ്ധി, ശാന്തി, സ്നേഹം, സുഖം അല്ലെങ്കിൽ സന്തോഷം, ശക്തി, ആനന്ദം. ഈ 7 സംഭവങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കണം. ഈ 7 സംഭവങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്നാൽ we will be the most powerful energy in the world. ഈ 7 ടോണിക്കിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഒരാൾക്കും നമ്മുടെ ഇമോഷൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരാൾ വഴക്ക് പറയുമ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവരെ നോക്കി നിന്നുകൊണ്ട് ചിരിക്കുക എന്നുള്ളതല്ല. പവർഫുൾ ആയിട്ട് മാറാൻ അർത്ഥം അത് അവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നും. ഇൻസൾട്ടായി തോന്നി അവരുടെ ഉള്ളിൽ നിന്ന് വീണ്ടും നെഗറ്റീവ് എനർജി വരും ഇങ്ങോട്ട്. നമ്മൾ അതല്ലേ കേൾക്കുക. എന്ത് നെഗറ്റീവ് വന്നാലും നിങ്ങൾ എതിർത്ത് നിൽക്കും. പോസിറ്റീവായിട്ട് നിൽക്കുക. എന്താണ്? ഇവിടെ അതൊന്നും കയറരുത്. ആരെന്ത് പറഞ്ഞാലും പറയുന്നവരെ പ്രതി നെഗറ്റീവായിട്ടൊന്നും ഇതിന്റെ ഉള്ളിൽ പോയിട്ട് പ്രിന്റ് ആവരുത്. ഒന്നും ഇവിടേക്ക് കൊടുക്കരുത് ഇതിന്റെ ഉള്ളിൽ. അതുകൊണ്ട് പറയില്ലേ 2 ചെവി തന്നിട്ടുണ്ട്. എന്തിനാ 2 ചെവി? എന്തിനാ 2 ചെവി? കേൾക്കുക. കേട്ടതിന് ശേഷം ഇവിടെ ഫിൽറ്ററിങ് നടക്കും. ഫിൽറ്ററിങ് നടക്കുമ്പോൾ വേണ്ടത് മാത്രം അരിപ്പയിൽ പിടിക്കുക. ബാക്കിയുള്ളതൊക്കെ ഫുൾ സ്റ്റോപ്പ്. എനിക്ക് വേണ്ട ഈ വേസ്റ്റ്, എനിക്ക് വേണ്ട, കളയുക. 2 കണ്ണില്ലേ? പക്ഷേ അവയവങ്ങളിൽ ഇയാൾ ഒന്നേ തന്നിട്ടുള്ളൂ. എന്താ കാരണം? ഇയാളെ ഒന്നേ ഉള്ളൂ. ഒന്ന് തരാൻ കാരണം എന്താ? ലിസൺ മോർ, സ്പീക്ക് ലെസ് പറയത്ര. കുറച്ച് സംസാരിച്ചാൽ മതി. ജീവിതത്തിൽ പഠിക്കാൻ, സ്വീകരിക്കാൻ, എല്ലാവരുടെയും പോസിറ്റീവായ സംഭവങ്ങളെ എടുക്കാനും ക്യാച്ച് ചെയ്യാനും ഉള്ള മനസ്സ് കൂടുതൽ വേണം പറയാത്ര. അതില് വിശാലത വേണം.
കുറെ അങ്ങനെയുള്ള പ്ലസ് കുറെ എടുക്കുമ്പോ എന്താ അറിയോ, കൂടുതൽ പറയേണ്ടി വരില്ല, നമുക്ക് എവിടെ പോയിട്ടും കൂടുതൽ പറയേണ്ടി വരില്ല. ഓക്കെ ഓക്കെ, സീന സിസ്റ്റർ ഈസ് വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സെഷൻ. അപ്പോ എല്ലാവരും നാളെ മുതലുള്ള രാജയോഗ മെഡിറ്റേഷൻ സെഷൻ ഒരിക്കലും മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. ജീവിതത്തിൽ ഒരിക്കലേ വരുള്ളൂ, ലോട്ടറി അടിക്കുള്ളൂ പറഞ്ഞതുപോലെ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗോൾഡൻ എപ്പിസോഡ് തുടങ്ങണം. കൊറോണ, നമ്മളെപ്പോഴും പറയില്ലേ, കൊറോണ എപ്പോഴും ഇതുപോലെ ഇരിക്കില്ലല്ലോ, ഇതുപോലെ പ്ലേഗ് വന്നിട്ടുണ്ട്, പലതും വന്നിട്ടുണ്ട്, അതൊക്കെ കാലം അതിനെയൊക്കെ തുടച്ചു നീക്കും പറയും. അപ്പോ കൊറോണ കൊറോണ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, അത് പോവും ഒരു ദിവസം. പക്ഷെ അത് പോകുന്ന സമയത്തും നമ്മുടെ മനോനില സ്ട്രോങ് ആയിരിക്കണം. കാരണം അത് ആ ഒരു സീനൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒത്തിരി സംഭവങ്ങൾ നടക്കും. പക്ഷെ ആ സംഭവങ്ങളൊക്കെ ക്രോസ് ചെയ്ത് വരുന്ന കോടിക്കണക്കിന് മനസ്സുകൾ ഉണ്ടാവും. അവരുടെ കുടുംബത്തിൽ നിന്ന് പലരും ശരീരം വിട്ടിട്ടും പല പല ലൈഫിലെ ട്രാജഡീസ് ഉണ്ടായിട്ട് അതൊന്നും താങ്ങാൻ പറ്റാത്ത ഒത്തിരി മനസ്സുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മളെ റീചാർജ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഫ്രം ദ ഹാർട്ട് വളരെയധികം ആശംസകൾ. നന്ദി. ഓം ശാന്തി. സീനാബെൻ, വെൽക്കം. ഓം ശാന്തി. കേൾക്കുന്നുണ്ടോ? ഓക്കെ. എല്ലാവരും കുറേ ക്ലാസ് കേട്ടു അല്ലേ? 4 ദിവസം 5 ദിവസം ഉപദേശങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾക്ക്. പോസിറ്റീവ് ചിന്തിക്കണം, നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ നടക്കൂ, ഇങ്ങനെ നടക്കൂ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ശോ, തിരിഞ്ഞും മറിഞ്ഞും 5 ദിവസം ഇത് തന്നെ. ഇതൊക്കെ കേട്ടിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ എന്ത് തോന്നണേ? ഇനിയിപ്പൊ എന്താപ്പം ഞാൻ ചെയ്യാ, അങ്ങനെയുള്ള വല്ല വിചാരമുണ്ടോ? വോയിസ് ഇല്ല? ശബ്ദം കുറവാണോ? മെസ്സേജ് വന്നിരിക്കണേ, കുറവിൽ ഉണ്ടോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? സൗണ്ട് ഓക്കെ ആണോ? ഫാനിന്റെ ആണോ? ഇനി ഇപ്പോ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. അത് ഫാനിന്റെ ആയിരുന്നു, ഫാൻ ഇടയിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ്. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ഉപദേശങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് പോവാണ്. ഉപദേശങ്ങളെ ഇഷ്ടമല്ല പൊതുവെ ആർക്കും. പൊതുവെ യൂത്ത് അല്ലെ സെക്ഷൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഉപദേശമാണ്. ഇതൊക്കെ നടക്കൂ സിസ്റ്ററെ ഈ കാലത്തിൽ? സിസ്റ്റർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നടക്കണ വല്ല കാര്യമാണോ എന്ന് ചിന്തിക്കും. വേണമെന്ന് വെച്ചാ നടക്കും ഇല്ലേ? നമുക്ക് വേണമെന്ന് വെച്ചാ നടക്കും. അപ്പോ നടത്താൻ എന്താ വഴി? നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയി നിരന്തര പരിശ്രമം ആവശ്യമാണ്. നിരന്തര പരിശ്രമം ചെയ്യാത്തൊരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. അലസമായിരിക്കണമെന്ന് എനിക്കൊക്കെ വേണം താൻ, എനിക്കെല്ലാം അനുഭവിക്കുകയും വേണം. എന്നാൽ അലസമായിരിക്കുകയാണെങ്കിൽ, ഞാൻ ഒന്നും ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല.
സോ നമുക്ക് നിരന്തര പരിശ്രമം ചെയ്യാൻ എന്താ വേണ്ടേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നിങ്ങൾ കുറേ കാര്യങ്ങൾ 5 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ പാടില്ല 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 എന്ന്. ഇനി എങ്ങനെ ഹൗ എങ്ങനെ നടപ്പിലാക്കും? ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം? അതറിയണ്ടേ? അതറിയണ്ടേ? ആർക്കൊക്കെ അറിയണം? ആർക്കൊക്കെ അറിയണം? ഓക്കെ 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 ഓക്കെ, ഗുഡ്. യെസ്. അപ്പൊ അത് കിട്ടിയിട്ടില്ല അല്ലെ? ഇനിയിപ്പോ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് കിട്ടിയിട്ടില്ല. ഓക്കെ, അത് കിട്ടാനുള്ള ക്ലാസ് ഇത്രയും ഈ 5 ദിവസം നിങ്ങൾക്കുള്ള ഇൻട്രോഡക്ടറി സെഷൻ ആയിരുന്നു. മീൻസ് നിങ്ങൾ എന്ത്, എങ്ങനെ എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ക്ലാസ് ആയിരുന്നു ഈ 5 days പ്രോഗ്രാംസ്. നിങ്ങൾ എങ്ങനെ, എന്ത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നാളെ മുതൽ ഇത് എങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിന്റെ ക്ലാസ് ആണ് നാളെ മുതൽ നിങ്ങൾക്ക് 7 days നിങ്ങൾ പഠിക്കാൻ പോണത്. അതാണ് ഇമ്പോർട്ടന്റ് ക്ലാസ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്ലാസ് നാളെ മുതൽ നടക്കാൻ പോകുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, ഈ 5 days പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ യൂട്യൂബിലും ധാരാളം പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കാം. ഇപ്പൊ നിങ്ങൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറെ പേര് ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ സെന്ററുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ പേര് സിസ്റ്റർ കാണുന്നുണ്ട്. കുറെ പേരുണ്ട് അല്ലെ? കുറെ പേരുണ്ട്. കാരണം അവരൊക്കെ കാണുമ്പോൾ സന്തോഷം. നിങ്ങൾ ഇത്രയും പേര് ഫോണെന്നതിന്റെ ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? അപ്പൊ നോക്കിക്കഴിഞ്ഞാ ഒരു യൂത്ത് തലമുറ എപ്പോഴും ആഗ്രഹിക്കണം എന്താണെന്നറിയോ? ഒരു റെഡിമെയ്ഡ് സൊല്യൂഷനാണ്. വളരെ പെട്ടെന്ന് നടക്കണമൊക്കെ. എന്റെ പ്രശ്നത്തിന് എനിക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടണം, ഇപ്പൊ തന്നെ സൊല്യൂഷൻ വേണം. ഈ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു തരം ഒരു എന്താ പറയാ ഒരു ഏജ് ആണ് നമ്മുടെ കീർ ഏജ്. ആരെയും കുറ്റം പറയല്ല, എന്റെയും ഒരു പ്രശ്നം അതായിരുന്നു കേട്ടോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങളെ പറയണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ തന്നെ എല്ലാത്തിനും സൊല്യൂഷൻ വേണം എന്നുള്ളതാണ്. ഒരിക്കല് സിസ്റ്റർ ഈ രാജയോഗ മെഡിറ്റേഷൻ കോഴ്സ് എടുക്കണ സമയത്ത് ഒരു ചെറിയൊരു ബ്രദർ, ഒരു 10-25 വയസ്സായ ഒരു ബ്രദറാണ്. ആ ബ്രദറ് കോഴ്സ് കേൾക്കാൻ വന്നതാ. അപ്പൊ വന്നപ്പോ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ എനിക്ക് ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞു. ശരി, ക്ലാസ് ഫസ്റ്റ് ഡേ ഞാൻ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു, മെഡിറ്റേഷനൊക്കെ സിസ്റ്റർ എനിക്ക് ഏകദേശമൊക്കെ ഇപ്പൊ സിസ്റ്റർ പറയുമ്പോ ഒക്കെ മനസ്സിലായി. എന്റെ പ്രശ്നം അതല്ല, എനിക്കിപ്പോ അതൊന്നുമല്ല അറിയണ്ടേ. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം എനിക്ക് വേണം. എന്നാ പറയൂ ബ്രദർ, പറയൂ എന്താ പ്രശ്നം? എന്റെ ലവറ്, ആള് സ്നേഹിക്കുന്ന പെൺകുട്ടി, ആളോടൊപ്പം മിണ്ടാറേ ഇല്ല. എന്താ കാരണം ചോദിച്ചാ അതെനിക്കറിയില്ല സിസ്റ്ററെ, പക്ഷെ എനിക്ക് ആ ലവറിനെ വേണം. എനിക്ക് ആ ലവറിന് ഞാൻ എന്റെ നമ്പറൊക്കെ ആള് ബ്ലോക്ക് ചെയ്തിരിക്കുക. ആ പെൺകുട്ടി എന്റെ ആ ലവറ് ഒക്കെ ബ്ലോക്ക് ചെയ്തു. എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല. തലയാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ലവറിനെ എനിക്ക് കിട്ടണം, എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റണം, എനിക്ക് കോൾ ചെയ്യാൻ പറ്റണം. അതിന് വല്ല വഴിയുണ്ടോ ചോദിച്ചു. പെട്ടെന്ന് അതെന്തെങ്കിലും ഒരു സിമ്പിൾ ഒരു ടെക്നിക്ക് സിസ്റ്റർ ഒന്ന് പറഞ്ഞു തരൂ എനിക്ക് ആ ഒരു മാർഗം എനിക്കൊന്ന് വേണം. ഞാൻ പറഞ്ഞു, ആൾക്ക് ലവറിനല്ലേ ആവശ്യം. ശരി, നിങ്ങൾ ക്ലാസ് കേൾക്കൂ, ഒരാഴ്ച ക്ലാസ്സിന് വരൂ, ഒക്കെ ശരിയാവും. ആദ്യം ഒരാഴ്ച മെഡിറ്റേഷന്റെ ക്ലാസ്സിന് വരൂ, ഒക്കെ ശരിയാവും പറഞ്ഞു. ശരി, ആള് വന്നു. പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നു. അപ്പൊ ക്ലാസ് ഞാൻ ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആള് ആ ദിവസവും ചോദിച്ചു. ലാസ്റ്റ് ക്ലാസ് കഴിയാൻ നേരത്തെ ആള് ചോദിക്കുകയാണ്, സിസ്റ്ററെ ശരിയാവൂ? ആ ലവർ വരുമോ എന്റെ അടുത്തേക്ക്? വരും ബ്രദറെ, ശരിയാവും. അടുത്ത ദിവസം ആ കുട്ടി ക്ലാസ്സിന് വന്നു. പിന്നെ ചോദിച്ചു, സിസ്റ്ററെ ക്ലാസ് എല്ലാം എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ചു,
അപ്പൊ ഞാൻ ഈ കർമ്മത്തിന്റെ കണക്ക് ചില കുറെ ക്ലാസ് ഉണ്ട് നമ്മുടെ രാജയോഗ മെഡിറ്റേഷൻ, ലോ ഓഫ് കർമ്മയുടെ ഒരു ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ടും പറഞ്ഞു, വരൂ വരൂ, എനിക്ക് വിളിക്കാൻ പറ്റുമോ, മെസ്സേജ് അയക്കാൻ പറ്റുമോ? അപ്പോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദർ. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യൂ, ഒരു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ തൽക്കാലം ബ്രദർ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാരണം പറഞ്ഞതൊന്നും ആളുടെ തലയിൽ കേറിയിട്ടില്ല. അപ്പൊ പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ അതെന്താ സിസ്റ്ററെ, പ്രശ്നമൊന്നും മാറില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രശ്നം മാറണം എന്ന് ചിന്തിക്കേണ്ട ആള് നിങ്ങളാ, ഞാനല്ലല്ലോ. നിങ്ങൾക്ക് ചിന്തിക്കണം, ബ്രദർക്ക് ചിന്തിക്കണം, എന്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് ബ്രദർ ആദ്യം മനസ്സിലാക്കൂ. എന്നോട് പ്രശ്നം മാറില്ലേ ചോദിച്ചാ ഞാനല്ലല്ലോ പ്രശ്നം മാറ്റേണ്ട ആള്, അല്ലേ? പ്രശ്നം മാറ്റേണ്ട ആള് ബ്രദർ തന്നെയാണ്. അതുകൊണ്ട് അത് ചിന്തിച്ച് ഈ ക്ലാസ് കേട്ട് ഇതിന്റെ എല്ലാം വാസ്തവിക കാര്യം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ബ്രദർക്ക് പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പോ ബ്രദർ എന്ത് ചെയ്തു? പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. കാരണം ആളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, എന്റെ ലവർ എനിക്ക് തിരിച്ചു വരണം, എന്റെ ലവർ എനിക്ക് കിട്ടണം. അപ്പൊ ആ സ്നേഹത്തില് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ എന്താ പറയാ, അതിൽ മാത്രം അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരുന്നിട്ട് നമ്മള് എന്താണോ പറയുന്ന കാര്യങ്ങളെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെതായ യാതൊരു ബെനിഫിറ്റും നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നമ്മളിപ്പോ 7 days കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്താഗതി, എന്റെ ലവർ എനിക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ എന്നോട് നന്നായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ അവരെന്നോട് നന്നായിട്ട് പെരുമാറണം, ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ ആ പ്രശ്നങ്ങൾ മാറിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറി എന്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് വരും, ഇത് സിസ്റ്റർ ആർക്കും ഗ്യാരണ്ടി തരണില്ല, ഒരു ഗ്യാരണ്ടിയും പറയണില്ല. നമുക്ക് ആ പ്രശ്നത്തോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാം എന്ന് സിസ്റ്റർ പറയും. അത് നിങ്ങൾക്ക് ഈ 7 days കോഴ്സിലൂടെ നമുക്ക് ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. ലവർ വരുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ മാറുന്നു, അത് ഗ്യാരണ്ടി നമ്മൾ പറയില്ല. ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് 7 days കോഴ്സ് എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ നമുക്ക് 7 ദിവസത്തെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. രാജയോഗ മെഡിറ്റേഷൻ. ആ രാജയോഗ മെഡിറ്റേഷന്റെ 7 ദിവസത്തെ ക്ലാസ്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ക്ലാസ് 7 days നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി യൂത്ത് വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കോഴ്സ് രീതിയിൽ കൂടെയാണ് നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ട് പോവുക. ഈ BK നമ്മുടെ സെന്ററിൽ വന്നു പോകുന്നവരായിക്കോട്ടെ, ബ്രഹ്മകുമാരിസായിട്ട് കണക്റ്റഡ് ആയി പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ എന്താണ്, രാജയോഗ മെഡിറ്റേഷൻ എന്താണ്, ഇത് അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക, എന്ത് ഗുണമാണ് കിട്ടുക, ഇത് നമുക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിൽ നമുക്കിതിനെ പകർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ലോട്ട്സ് ഓഫ് ചേഞ്ച് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ കഴിയും, തീർച്ചയായിട്ടും. അപ്പോ നാളെ മുതൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ അതാണ്. സിസ്റ്ററിന് ചെറിയൊരു ക്ലാസ് എടുക്കാൻ വിചാരിച്ച ടൈം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടോപ്പിക് സിസ്റ്റർ വിടുകയാണ്. ഒപ്പം നമ്മുടെ ഇതേപോലെ ഈ ഒരു 5 days ദിശ ഫോർ യൂത്ത് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് 7 ദിവസത്തെ കോഴ്സെല്ലാം ചെയ്ത് ഇപ്പോൾ ബ്രഹ്മകുമാരീസിന്റെ എല്ലാ ഫോളോ അപ്പ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണ നമ്മുടെ രജനി സിസ്റ്റർ വന്നിട്ടുണ്ട്. രജനി സിസ്റ്റർ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നമ്മുടെ ഒരു മാർച്ചിൽ ഒരു പുതിയ പ്രോഗ്രാം ദിശ ഫോർ യൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നിട്ടുള്ള രജനി സിസ്റ്റർ ഉണ്ട്. അപ്പൊ സിസ്റ്റർ ഇപ്പോ ബ്രഹ്മകുമാരീസിന്റെ എല്ലാ ഫോളോ അപ്പ് ക്ലാസ്സുകളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ സിസ്റ്റർ ഒന്ന് ജസ്റ്റ് ഒരു 2 minute എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും. പറഞ്ഞോളൂ.
ഓം ശാന്തി സിസ്റ്റർ. ഓം ശാന്തി. പറഞ്ഞോളൂ. എന്നെ കേക്കാവോ? ഉണ്ട്, കേൾക്കാം. ആ, ആ. പെട്ടെന്ന് ഇപ്പോ എന്താ പറയാന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പറഞ്ഞോളൂ, എന്താണോ അതായത് എക്സ്പീരിയൻസ്? നമുക്ക് ക്ലാസ്സിന് വന്നിട്ട് ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാനൊക്കെ എന്ത് ഇൻസ്പിറേഷൻ കിട്ടി? ജസ്റ്റ് അത് പറയുമ്പോ അവർക്ക് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാ. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായി. എന്റെ ജീവിതത്തിലെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫാണ്. എന്താ പറയാ, എന്റെ ആറ്റിറ്റ്യൂഡ് മാറി. ഞാനൊരു കാര്യങ്ങളോടുള്ള എന്റെ ആ പെർസെപ്ഷൻ, ആ വീക്ഷണം ഒക്കെ ഒന്ന് മാറി കിട്ടി. പിന്നെ പെട്ടെന്ന് ഒന്ന് ചൂടാവുന്ന ഒരു ഹോട്ട് ടെമ്പേർഡ് ഒരു നേച്ചറാണ് എന്റേത്. അതിലൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങളോടുള്ള എന്റെ ഒരു എന്താ പറയാ വ്യൂ, അതൊക്കെ ഒന്ന് മാറി കിട്ടി. പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ പെട്ടെന്ന് കുട്ടികളോടായാലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചു. ജീവിതം തന്നെ നല്ലൊരു ചേഞ്ച് വന്നു. ഇന്നലെ വിശ്വന്ത് ഭായിന്റെ ആ ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? വളരെ വളരെ എന്ന് പറഞ്ഞ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇന്നലെയും പറഞ്ഞു തന്നത്. അപ്പൊ ഇന്നലെ വരെ ഞാൻ ആ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തു. രാവിലത്തെ എല്ലാ അമൃതവേള എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും ഞാൻ എൻ്റെ ട്രാഫിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മെഡിറ്റേഷനും ചെയ്തു. മെഡിറ്റേഷൻ ആണ് നമ്മളെ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു പാത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ചെറിയൊരു സമയം കൊണ്ട് വലിയ ചേഞ്ച് ഉണ്ടാകുന്നു. ഇപ്പോ രോഹിണി സിസ്റ്റർ ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നു, കൊറോണ വന്നത് ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതിലൂടെ കഴിയാണ്. ശരിക്കും പറയാൻ നമുക്കൊരു അനുഗ്രഹം കിട്ടി എന്ന് തന്നെ പറയാം. നമ്മളെ ലൈഫിൽ തന്നെ ഒരു വലിയ മാറ്റം. അത് എന്താ പറയാ, സിസ്റ്റേഴ്സ് നമ്മളെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അമ്മ മക്കളുടെ അടുത്ത് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും നമുക്ക് ബോറടിക്കുന്നില്ല, ഉപദേശിക്കാണെന്ന് തോന്നുന്നില്ല. നമ്മളെ ലൈഫിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ ഒരു കാര്യം നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യമായിരിക്കും വൈകിട്ട് പറയുന്നത്. അപ്പോ നമുക്ക് ഭയങ്കര ഇന്ന് നടന്നൊരു സംഭവമാണല്ലോ, ഞാൻ അതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്തല്ലോ എന്ന് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ തലേന്നത്തെ ക്ലാസ് ആയിരിക്കും പിറ്റേന്ന് രാവിലെ, അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരും, ഇന്നലെ സിസ്റ്റർ ഇന്ന് എന്നെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ജീവിതമായിട്ട് വളരെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും മനസ്സിലാക്കി തരുന്നതും മനസ്സിലാവുന്നതും. അപ്പൊ നമ്മളെ ജീവിതത്തോടുള്ളൊരു വീക്ഷണം തന്നെ മാറുകയാണ്. നമുക്ക് ഇതൊരു ദൈവം തന്ന ഒരു അവസരമാണ് ഇത്. ശരിക്കും പറയാണ് ഈ കൊറോണ ടൈമില് നമുക്ക് ഇതേപോലെ ആ ക്ലാസ് എനിക്ക് ഏറ്റവും അതിശയം എന്താന്ന് വെച്ചാല്, ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാണ്. ഒറ്റ ദിവസം പോലും വിടാതെ ഞാൻ ചെയ്ത മെഡിറ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കേട്ട യൂട്യൂബില് വരുന്ന ഓരോ എപ്പിസോഡുകളായിട്ട് വരുന്ന ഇന്നലത്തെ ആ ഒരു വിശ്വന്ത് സാറിന് ആ ബായിന്റെ ക്ലാസ് പോലും ഞാൻ 2 തവണ ഞാൻ കേൾക്കും. കാരണം ഒരു തവണ കേട്ട പോലെയല്ലല്ലോ നമ്മൾ പിന്നെ കേൾക്കുന്നു. അപ്പൊ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനും, പിന്നെ ഞാൻ എപ്പോഴും സീന സിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യും. അതെന്താ സിസ്റ്ററെ അങ്ങനെ, ഇതെന്താ സിസ്റ്ററെ ഇങ്ങനെ, എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതൊരു വലിയൊരു സന്തോഷാണ്. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക പറയുമ്പോൾ ഒരാളോട് ഉണ്ടല്ലോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. അത് ഏറ്റവും വലിയൊരു സന്തോഷാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമാണല്ലോ. അപ്പൊ അത്ര പോലും അവര് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും പോകുന്നത് എങ്ങോട്ടാ? ബാബയുടെ അടുത്തേക്ക്. അപ്പൊ നമ്മളെയും കൂട്ടി കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ ആ വഴിക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പോവാണ് കൂടെ. അപ്പോ ഇത്രയൊക്കെ പറയാനുള്ളൂ. പറയാനുള്ളല്ല, കുറെ പറയാനുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അനുഭവം അത്രയേ ഉള്ളൂ. മെനി താങ്ക്സ് ബ്രഹ്മകുമാരീസ്, ഓൾ സിസ്റ്റേഴ്സ്.
താങ്ക് യു. ഓം ശാന്തി. താങ്ക് യു രജനി സിസ്റ്റർ, താങ്ക് യു. വിജേഷ് ബ്രദർ, വിജേഷ് ബ്രദർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. കേൾക്കാം. കഴിഞ്ഞ മാർച്ചില് ദിശ ഫോർ യൂത്ത് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ബ്രദറാണ് വിജേഷ് ബ്രദർ. അപ്പോ ഇതിലോടൊപ്പം എല്ലാം ബ്രദർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ ബ്രദറുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പറഞ്ഞോളൂ. ഇപ്പൊ രജനി സിസ്റ്റർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് എന്റേതായിട്ടൊരു കാര്യം പറയാനായിട്ടുണ്ടെന്ന് വെച്ചാല് 2011 ഞാന് ചിന്മയ മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു 1 month വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ടൊരു ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മള് പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീട്ടി വെക്കുക, മാറ്റി വെക്കുക, പിന്നീടത്തേക്ക് വെക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭയങ്കര കൂടുതലായതുകൊണ്ട് 2011 വീണ്ടും എനിക്ക് ആ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി 2021 വരെ ഇരിക്കേണ്ടി വന്നു. അതിന്റെ എല്ലാ എന്താ പറയുക എല്ലാ സ്നേഹവും എല്ലാ രീതിയിലുള്ള എൻ്റെ എന്താ പറയുക എല്ലാ ബഹുമാനവും ബ്രഹ്മകുമാരി തന്നെയാണുള്ളത്. എന്താ പറയുക ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഒത്തിരി ഇതുണ്ട്. ഇന്ന് രാവിലത്തെ മുറിലേക്ക് ആണെങ്കിൽ സത്യം പറഞ്ഞ എന്താ പറയുക 3 മണിക്കൂർ എങ്ങനെ പോകുമെന്ന് അറിയില്ല. ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. പകലൊക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എല്ലാ രീതിയിലുള്ള ചിന്തകളും മനസ്സിലേക്ക് എനിക്ക് കയറി വന്നിട്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓം ശാന്തി ബ്രദർ, താങ്ക് യു. ഓക്കെ, അപ്പോ കുറെ പേരുണ്ട്. നമുക്ക് ദിശയുടെ എല്ലാ ക്ലാസ്സും യൂത്തിന്റെ ക്ലാസ് എല്ലാം എല്ലാ ഞായറാഴ്ചകളും നടക്കുന്നുണ്ട്. ഫോളോ അപ്പ് ക്ലാസ് എല്ലാ ഞായറാഴ്ചയും നടക്കുന്നുണ്ട്. അതിലെല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പോ നിങ്ങളെയും നമ്മളെല്ലാവരും, നിങ്ങൾ എന്നല്ല നമ്മളെല്ലാവരും ഒരു യൂത്ത് ഫാമിലിയാണ്. അപ്പോ 5 ദിവസമായി നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട്. അപ്പോ നാളെ മുതൽ നമ്മളെല്ലാവരും ഒരു യൂത്ത് ഫാമിലി നമുക്കൊരു യാത്ര ചെയ്യാം. 7 ദിവസത്തെ രാജയോഗ മെഡിറ്റേഷൻ കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. അപ്പോ നമുക്കിന്ന് നമ്മുടെ ദിശ ഫോർ യൂത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പില് സിസ്റ്റർ ഇന്ന് അതിന്റെ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പൊ ആരൊക്കെയാണോ ഈ 5 ഡേയ്സിലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവര്, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവരാരാണോ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സ്ഥലവും ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം. സിസ്റ്റർ ഇപ്പൊ തന്നെ തുറന്നു വെക്കും. പേര്, ഫോൺ നമ്പർ, സ്ഥലം, ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ വിടും. ജസ്റ്റ് ഒരു റെക്കോർഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ബാക്കി സിസ്റ്റർ ആ ഗ്രൂപ്പിലേക്ക് രജിസ്ട്രേഷൻ ഫീഡ്ബാക്ക് ഫോമും കൂടി ഇടും. അപ്പൊ നിങ്ങൾ ആ 5 ഡേയ്സ് പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾ അറിയിക്കുക. പിന്നെ അതേപോലെ നാളെ ഇതേപോലെ 7 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും. 7 to 8:15 വരേക്കും ഉണ്ടാകും. അപ്പൊ എല്ലാവരും നാളത്തെ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. എല്ലാവരും ഉണ്ടാവും എന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്. ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. യെസ്, അപ്പോ നാളെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതില്, ദിശ ഫോർ യൂത്ത് പ്രോഗ്രാം വിജയിപ്പിച്ചതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. ഓക്കെ, രോണിസ്റ്റർക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ പറയാം. ഒരു താങ്ക്സ് എല്ലാവർക്കും. വോട്ട് ഓഫ് താങ്ക്സ്. ഒത്തിരി താങ്ക്സ് പറഞ്ഞു എങ്കിൽ വൈൻഡപ്പ് ആയതുകൊണ്ട് ഒരിക്കൽ കൂടി യൂത്ത് വിങ്ങിന്റെ ഭാഗം, അതുപോലെ നമ്മളുടെ ഓർഗനൈസ് ചെയ്യാൻ ആക്ച്വലി പാലക്കാട് മലപ്പുറത്തിന്റെ നമ്മളുടെ എല്ലാ ദിശയിലും കോർഡിനേറ്റർ ആയിട്ടുള്ള മീനാസ്റ്റർ വരാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം സിസ്റ്ററെ. അപ്പോ സിസ്റ്ററിന്റെ ഭാഗത്തുനിന്നും ഉള്ള വിഷസ് ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.
അപ്പൊ എല്ലാവരും നാളെ മുതലുള്ള 7 days രാജയോഗം അറ്റൻഡ് ചെയ്യുക, അതിന്റെ മാജിക് ജീവിതത്തിൽ അനുഭവിക്കുക. സോ വൺസ് അഗെയിൻ താങ്ക്സ് ആൻഡ് വെൽക്കം. ഓം ശാന്തി. ഓം ശാന്തി.